Hi all, good evening. Welcome to EduYours B.Ed classes. I am Radhika. Yoga, Health and Physical Education എന്ന കോഴ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എഡ്യൂക്കേഷൻ എന്ന യൂണിറ്റിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് സ്കൂളുകളിൽ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ആവശ്യകത, എങ്ങനെയാണ് കുട്ടികളെ ഹെൽത്തി ആക്കേണ്ടത്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ദറ്റ് ഈസ് സ്കൂൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. സ്കൂളിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആസ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്കറിയാം ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ബാങ്കിൽ പൈസ ഇടുന്ന പോലെയാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രോഗങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഹെൽത്തി ബോഡി ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓൾസോ. ഹെൽത്തി സ്റ്റുഡൻസ് ആർ ബെറ്റർ ലേണേഴ്സ്. അല്ലെ, ഹെൽത്തി സ്റ്റുഡൻസ് ആണ് ബെറ്റർ ലേണേഴ്സ് ആയിട്ട് മാറുള്ളൂ. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹെൽത്തി ബോഡിയിൽ മാത്രമേ ഒരു ഹെൽത്തി മൈൻഡ് ഉണ്ടാവുള്ളൂ. ഹെൽത്തി മൈൻഡ് ഉണ്ടായാലാണ് കുട്ടികൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലാണ് കുട്ടികൾ കൂടുതലായിട്ട് പഠിക്കുള്ളൂ. അല്ലെ, അപ്പൊ അത് ഹെൽത്തി സ്റ്റുഡൻസ് ആണ് എങ്ങനെ ബെറ്റർ ലേണേഴ്സ് ആയിട്ട് മാറുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടീച്ചിങ് ഹെൽത്ത് ഇൻ സ്കൂൾസ് ലീഡ്സ് ടു എ ഹെൽത്തിയർ സൊസൈറ്റി. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ സൊസൈറ്റിയിലെ പൗരന്മാരായിട്ട് വരേണ്ടത്. അപ്പൊ അവര് നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്തുണ്ടാവും, ഭാവിയിലുള്ള സൊസൈറ്റിയിലുള്ള ആളുകൾ എങ്ങനെയായിരിക്കും, ദേ വെർ വെരി ഹെൽത്ത് കോൺഷ്യസ്. അല്ലെ, ഹെൽത്തിനെ പറ്റിയിട്ട് ഒരുപാട് കോൺഷ്യസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി സൊസൈറ്റി, ഹെൽത്തി കൺട്രി ഉണ്ടാവാനായിട്ട് ഇത് സ്കൂളിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ സഹായകമാകും. ഗുഡ് ഹെൽത്ത് റെഡ്യൂസസ് മെഡിക്കൽ കോസ്റ്റ് ഫോർ ഫാമിലീസ്. നമുക്കറിയാം ഹെൽത്ത്, അല്ലെ, ഡോക്ടർക്ക് എത്ര പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഹെൽത്ത് നന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് ദാറ്റ് കോസ്റ്റ്. അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോസ്റ്റ്, ഫാമിലികൾക്ക് ഉണ്ടാവുന്ന ആ ഒരു മെഡിക്കൽ കോസ്റ്റ് പറഞ്ഞു വെച്ചാല് മരുന്നിനും അതുപോലെ ഡോക്ടറുടെ ഫീസും ഒക്കെ ആയിട്ട് ആശുപത്രി ചെലവുകളൊക്കെ കുറയ്ക്കാൻ പറ്റും. ഹെൽത്തി പീപ്പിൾ കോൺട്രിബ്യൂട്ട് മോർ ടു ദ കൺട്രീസ് ഇക്കണോമി. അപ്പൊ നമുക്കറിയാം ഹെൽത്തി പീപ്പിളിനാണ് കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്തെ സഹായിക്കാൻ പറ്റുക, രാജ്യത്തിന്റെ ഇക്കണോമിയെ സഹായിക്കാൻ പറ്റുക, സാമ്പത്തികമായിട്ട് മുന്നേറാൻ പറ്റുക. കാരണം അവർ ഹെൽത്തി മൈൻഡ് ഉള്ളവരായിരിക്കും, ഒരുപാട് നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും. ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അൺഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പല സ്ഥലത്തും പിന്മാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് കൺട്രീസ് ഇക്കണോമി. ഇൻവെസ്റ്റിംഗ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ സപ്പോർട്ട്സ് നാഷണൽ ഡെവലപ്മെന്റ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നാളത്തെ പൗരന്മാരെ ഹെൽത്തി ആയിട്ട് വാർത്തെടുക്കാനുള്ളതാണ്. അത് നാഷണൽ ഡെവലപ്മെന്റിനെ തന്നെ അല്ലെങ്കിൽ ദേശീയമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നമനം തന്നെയാണ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. സ്കൂൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് ടോട്ട് ബോത്ത് ഫോർമലി ആൻഡ് ഇൻഫോർമലി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, ഫോർമൽ എഡ്യൂക്കേഷനും ഉണ്ട് റിഗാർഡിങ് ഹെൽത്ത്, അല്ലെ, അതുപോലെ തന്നെ ഇൻഫോർമൽ എഡ്യൂക്കേഷനും ഉണ്ട്. സ്കൂൾസ് പ്രൊവൈഡ് ഹെൽത്ത് സർവീസസ് ലൈക്ക് ചെക്കപ്സ് ആൻഡ് ഫസ്റ്റ് എയ്ഡ്. ഇപ്പൊ ഫസ്റ്റ് എയ്ഡിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്സ് ഒക്കെ നടത്തുക, എന്തൊക്കെയാണ് ഹെൽത്തി ആയിരിക്കാൻ ചെയ്യേണ്ടത്, ലൈക്ക് എക്സസൈസ്, ഈ കാര്യങ്ങളൊക്കെയാണ് സ്കൂളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നത്. റെഗുലർ ഹെൽത്ത് സൂപ്പർവിഷൻ എൻഷുവേഴ്സ് എ ക്ലീൻ ആൻഡ് സേഫ് എൻവയറൺമെന്റ്. അതുപോലെ നമ്മൾ ഹെൽത്തിനെ പറ്റി കോൺഷ്യസ് ആവണം, എന്നാലേ നമ്മൾ ക്ലീൻ, അല്ലെ, ക്ലെൻലിനെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിങ് മെയിൻറ്റെയിനിങ് അവർ ഹെൽത്ത്. അല്ലെ, ക്ലെൻലിനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള ചുറ്റുപാടുകളിൽ ജീവിക്കുക, ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിന്, ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട്, അല്ലെ, നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സേഫ് എൻവയറൺമെന്റ്, അല്ലെ, നമ്മുടെ ചുറ്റുപാടുകളും ക്ലീൻ ആയിരിക്കണം. These programs aim to promote overall well-being. ഇപ്പൊ ഒരാളുടെ ഓവറോൾ വെൽബീയിങ്, അല്ലെ, ഓവറോൾ വെൽബീയിങ് എന്ന് പറഞ്ഞു വെച്ചാല് അടി മുതൽ മുടി വരെയുള്ള ആ ഒരു സുഖകരമായ അവസ്ഥ, അസുഖങ്ങൾ ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇൻവോൾവ്സ് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പാരന്റ്സ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. ഇതിൽ ആരൊക്കെ ഉള്ളതാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ലക്ഷ്യം വെച്ചിട്ടുള്ളത്?
ടീച്ചേഴ്സ് അല്ലെ, സ്കൂൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിൽ ഈ ആളുകളുടെ സഹായമൊക്കെ വേണം, ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് വേണം. സ്റ്റുഡൻസ് ഷുഡ് ബി ഇൻസ്ട്രക്റ്റഡ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, സ്റ്റുഡൻസും അതിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ദെൻ പാരന്റ്സ്, കാരണം ടീച്ചേഴ്സിന് എപ്പോഴും കുട്ടികളെ നോക്കാനുള്ള ആ ഒരു സമയമൊന്നും കിട്ടില്ല, ഒരു വീട്ടിലും ഉണ്ടാവും. അപ്പൊ വീട്ടിലും ഈ രീതിയിലുള്ള ഒരു ചിട്ടയും ക്രമവും ഒക്കെ പാരന്റ്സും സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ ഈ സ്കൂൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫാക്ടേഴ്സ്, ഘടകങ്ങളാണ് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പാരന്റ്സ്. ഓക്കെ, ആൻഡ് ദ കമ്മ്യൂണിറ്റി ഓൾസോ ആൻഡ് ദ സൊസൈറ്റി, ഇവരൊക്കെ കൂടിയത് തന്നെയാണ് ദ സൊസൈറ്റി. ഫോർമൽ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ഇൻ സ്കൂൾസ്. ഇനി എന്തൊക്കെയാണ് ഫോർമൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ, അതായത് സ്കൂളിൽ ഹെൽത്ത് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പറയുന്നത്, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഹെൽത്ത് ടോപ്പിക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ സബ്ജക്ട്സ് ലൈക്ക് ബയോളജി ആൻഡ് ഹോം സയൻസ്. അതായത് ബയോളജി, ഹോം സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് നമുക്ക് കാണാം, റിഗാർഡിംഗ് ഡയറ്റ്, എക്സസൈസസ് എക്സെട്ര. ലെസൺസ് കവർ ന്യൂട്രീഷൻ, ഹൈജീൻ ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ. അതിൽ എങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഉണ്ടാവും, റിഗാർഡിംഗ് ന്യൂട്രീഷൻ, കാലറീസ് ഒക്കെ, ഇതിനൊക്കെ എത്ര കാലറി ഉണ്ട്, ഈ ഭക്ഷണമൊക്കെ എപ്പോൾ കഴിക്കാം, ഏതൊക്കെ ഭക്ഷണം കഴിച്ചുകൂടാ, ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ലെസൺസ് ആയിട്ട് ബയോളജിയിലൊക്കെ നമ്മൾ ഹോം സയൻസിലൊക്കെ കാണാറുണ്ട്. ഹൈജീൻ, ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹൈജീൻ, വിച്ച് ആർ ദ മെത്തേഡ്സ് ടു ബി ഫോളോഡ് ടു മെയിൻറ്റെയിൻ ഹൈജീൻ. അതായത് കൈകൾ വൃത്തിയാക്കുക, ഓക്കെ, അങ്ങനത്തെ കുറെ, നഖം വെട്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. സോ വി ഷുഡ് കെയർ അബൌട്ട് ദിസ്. ഈ ബുക്സിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫോർമൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ, ഇപ്പൊ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക അല്ലെ, അതുപോലെ കൊതുക് വരാതിരിക്കാൻ, അതിന്റെ കടി ഏൽക്കാതിരിക്കാനായിട്ട് നെറ്റ്, കൊതുക് വല അല്ലെങ്കിൽ മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുക. മാത്രമല്ല കൂത്താടികൾ പെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ, പ്രിവെൻഷൻ മെത്തേഡ്സ് നമുക്കറിയാം, എങ്ങനെയാണ് രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഫോർമൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് തന്നെ സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പ്രോഗ്രാംസ് ലൈക്ക് NCC ആൻഡ് റെഡ് ക്രോസ് ടീച്ച് ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. NCC, NSS, അതുപോലെ തന്നെ റെഡ് ക്രോസ് ഒക്കെ സ്കൂളിലുള്ള ഓരോ സംഘടന ഇൻ ദ സെൻസ് അതിലുള്ള ഒരു ക്ലബുകളൊക്കെയാണ് ആക്ച്വലി. അപ്പൊ അവര് കുട്ടികള് കുറെ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യും. ആൻഡ് അങ്ങനത്തെ കുറെ കാര്യങ്ങളിലൂടെ കുട്ടികളെ ബോധവാന്മാരാക്കും അല്ലെ, എങ്ങനെയൊക്കെയാണ് നല്ല ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കേണ്ടത്, ഹെൽത്തി അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്യാൻ, ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഈ സൂക്കേടുകൾ ഇല്ലാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം. സോ ഓൾ ദീസ് തിങ്സ് ആർ ഡിസ്ക്രൈബ്ഡ് in these books like biology and home science. Awards can motivate students to follow healthy practices. വേണമെങ്കിൽ അവാർഡ്സ് ഒക്കെ, ഒരു എപ്പോഴും മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളിലെ ഈ ഹെൽത്തി ഹാബിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവാർഡ്സ് ഒക്കെ കൊടുക്കാം. അതായത് കഴിഞ്ഞ 3 months ആയിട്ട് ഒരു രോഗവും ഇല്ലാത്ത കുട്ടി, ഓക്കെ, അങ്ങനെ അപ്പൊ ഹെൽത്തി ആയിട്ട് നടക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഹെൽത്തി ബിഹേവിയർ റിഗാർഡിംഗ് ദയർ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ ഒക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ അവാർഡൊക്കെ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും അങ്ങനെ ആവണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും. ആൻഡ് ഇറ്റ് വിൽ മോട്ടിവേറ്റ് അതർ സ്റ്റുഡൻസ് ഓൾസോ. യൂസിങ് പ്രിന്റഡ് മെറ്റീരിയൽസ് ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇനി ഇതല്ലാതെ വല്ല പ്രിന്റഡ് മെറ്റീരിയൽസോ പാംഫ്ലെറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. ലൈക്ക് പോസ്റ്റേഴ്സ് ആൻഡ് പാംഫ്ലെറ്റ്സ് ഹൈലൈറ്റ് ഇമ്പോർട്ടന്റ് ഹെൽത്ത് ടോപ്പിക്സ് അല്ലെ. അപ്പൊ നമ്മൾ കാണാറുണ്ട് റിഗാർഡിങ് സം ഒബ്സർവേഷൻ അല്ലെ, ഡേ ഒബ്സർവേഷന്റെ സമയത്ത്, ഇപ്പൊ ലോകക്ഷയ രോഗ ദിനം, അതുപോലെ തന്നെ ക്യാൻസർ ദിനം, എയ്ഡ്സ് ദിനം, ഇങ്ങനത്തെ കുറെ ഡേയ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതുപോലെ പാംഫ്ലെറ്റ്സും അല്ലെ, ബ്രോഷർ പോലെയൊക്കെ അവര് ഇത് പ്രിവെന്റ് ചെയ്യാൻ ഇതൊക്കെ ചെയ്യണം, ഇത് വന്നു കഴിഞ്ഞാൽ ഈ മാർഗങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോസ്റ്റേഴ്സ് ആൻഡ് പാംഫ്ലെറ്റ്സ് ഹൈലൈറ്റ് ഇമ്പോർട്ടന്റ് ഹെൽത്ത് ടോപ്പിക്സ്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക കുട്ടികളുടെ ഇടയിൽ. മെറ്റീരിയൽസ് ക്യാൻ ബി സോഴ്സ്ഡ് ഫ്രം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്സ് ടു ക്രിയേറ്റ് ബൈ ടീച്ചേഴ്സ്. ഓക്കെ, സോഴ്സ് ഒതന്റിക് ആയിരിക്കണം. പാംഫ്ലെറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് ടീച്ചേഴ്സിന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പോസ്റ്റേഴ്സ് ഒക്കെ. ടോപ്പിക്സ് ഇൻക്ലൂഡ് ബാലൻസ്ഡ് ഡയറ്റ്സ്, എക്സസൈസ് ആൻഡ് ക്ലെൻലിനെസ്. അതുപോലെ തന്നെ ഡയറ്റിനെ പറ്റിയിട്ട്, എക്സസൈസിനെ പറ്റിയിട്ട്, ക്ലെൻലിനെസ് അല്ലെ, അതായത് ആയിരിക്കേണ്ട അതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് ഇതെല്ലാം കുട്ടികളെ പറഞ്ഞ് ബോധവാന്മാരാക്കാം, അല്ലെങ്കിൽ ഈ പാംഫ്ലെറ്റിൽ ഉൾപ്പെടുത്താം. ഡിസ്പ്ലേയിങ് ദീസ് ഇൻ സ്കൂൾസ് റീഇൻഫോഴ്സസ് ലേണിംഗ്.
അങ്ങനെ ഈ പോസ്റ്ററൊക്കെ ഇടയ്ക്ക് സ്കൂളിൽ അവിടെ ഇവിടെയൊക്കെ പതിക്കുന്നതിലൂടെ കുട്ടികൾ അത് കാണും, അവർ മനസ്സിലാക്കും എന്തൊക്കെ മാർഗങ്ങളാണ് ഈ രോഗം വരാതിരിക്കാനായിട്ട് നോക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ സ്കൂളിൽ തന്നെ കാണും കൈകൾ നന്നായി വൃത്തിയാക്കണം, അങ്ങനത്തെ കുറെ പോസ്റ്റേഴ്സ് ആൻഡ് ഒക്കെ നമ്മൾ അതിൽ ചുമരിലൊക്കെ വരച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻകറേജ് സ്റ്റുഡൻസ് ടു ഷെയർ ഹെൽത്ത് നോളജ് വിത്ത് അതേഴ്സ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് അവർക്കുള്ള ഒരു നോളജ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനായിട്ട്, ഹെൽത്തിനെ പറ്റിയിട്ടുള്ള നോളജ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഓരോ സ്റ്റുഡന്റിൽ തന്നെ പിയർ ടീച്ചിങ് പോലെ അല്ലെ, സ്റ്റുഡൻസിനെ തന്നെ ടീച്ച് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പിയർ ടീച്ചിങ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡിലൂടെ ഇടയ്ക്ക് ഓരോ സ്റ്റുഡൻസിനൊക്കെ അസൈൻ ചെയ്യാൻ, നമുക്ക് ഇന്ന് ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് നീ ക്ലാസ് എടുക്കണം, ഓക്കെ, അവര് നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, ചെറിയ കുട്ടികളല്ലേ, അപ്പൊ വി ഷുഡ് ഹാവ് ടു ഹെൽപ്പ് ആസ് ടീച്ചേഴ്സ്. പക്ഷെ എന്താണ് അവർക്കപ്പൊ അതുകൊണ്ട് പ്രസന്റേഷൻ സ്കില്ല് കൂടും, അവരുടെ നോളജ് മറ്റുള്ളവർക്ക് കുറച്ച് എന്തെങ്കിലും അവർ സെർച്ച് ചെയ്യാതിരിക്കില്ല. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ടീച്ചിങ് ഹെൽത്ത് ത്രൂ മീഡിയ, ഓക്കെ, അതുപോലെ തന്നെ മീഡിയ, ടെലിവിഷൻ, അതുപോലത്തെ മീഡിയയിലൂടെയും വളരെ ഇമ്പോർട്ടന്റ് ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ കുട്ടികൾ, അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. എഡ്യൂക്കേഷണൽ ഫിലിംസ് ഷോ കോസസ് ആൻഡ് പ്രിവെൻഷൻസ് ഓഫ് ഡിസീസസ്. ഇതുപോലത്തെ ഫിലിംസ് ഒക്കെ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് മൂവി ഷോ ഒക്കെ നടത്താം. റേഡിയോ ആൻഡ് TV പ്രോഗ്രാംസ് കാൻ ടീച്ച് അബൌട്ട് ഹൈജീൻ ആൻഡ് ന്യൂട്രീഷൻ. അതുപോലെ ഹൈജീൻ ആൻഡ് ന്യൂട്രീഷനെ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇരിക്കേണ്ടതിന്റെ ആവശ്യകത, ഓക്കെ, ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ സെലക്ട് ചെയ്ത് യൂട്യൂബ് വീഡിയോസ് ഓൾസോ, ഓക്കെ, അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാം. സോങ്സ് ആൻഡ് പ്ലേസ് മേക്ക്. ഇപ്പൊ മോന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഉണ്ടായിരുന്നു അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മോന ഒരു കാർട്ടൂൺ ഫിലിംസ് ആണ്, ചെറിയ കുട്ടികളുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ഇതിൽ അവരുടെ ഒരു ഡയറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആസ് ദേ ആർ ഐലൻഡേഴ്സ്, അവർക്ക് കുറച്ച്, മോന ഒരു ഗേളുടെ കഥയാണ്. ഒരു ഐലൻഡിൽ ജീവിക്കുന്ന, വെസ്റ്റ് ഇൻഡീസ് ആ ഭാഗത്ത് ജീവിക്കുന്ന ഒരു ഗേൾ ആൻഡ് ഹെർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഹെർ കൺട്രി, ഷീസ് ദ പ്രിൻസസ് ദയർ. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് കഴിക്കാൻ കിട്ടുന്നത്, അപ്പൊ അവരുടെ ഹെൽത്ത് അവരെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ഫിലിമൊക്കെ കാണിച്ചു കൊടുക്കുന്നതിൽ കുറച്ച് ഹെൽത്തി കോൺഷ്യസ്നെസ് ഒക്കെ, അല്ലെങ്കിൽ കുറച്ച് ഡയറ്റ് കോൺഷ്യസ്നെസ് ഒക്കെ കുട്ടികളിൽ വരുന്നതായിരിക്കും. Then visual aids help students remember health information. അതുപോലെ തന്നെ കുട്ടികൾ വിഷ്വൽ എയ്ഡ്സ്, കാരണം നമുക്കറിയാം ഈ TV എന്ന് പറയുന്നത് ഇറ്റ്സ് എ വിഷ്വൽ, ഓഡിയോ വിഷ്വൽ എയ്ഡ് ആണ്, ഓക്കെ, അതായത് കേൾക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് TV. അപ്പൊ അതിലൂടെ വരുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ എത്ര പ്രിന്റഡ് മെറ്റീരിയലോ അല്ലെങ്കിൽ എന്താണ് ക്ലാസ് റൂമിൽ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ടീച്ചേഴ്സ് ക്യാൻ യൂസ് പവർ പോയിന്റ് റിപ്രസെന്റേഷൻസ് ഫോർ ലെസൺസ്. പിന്നെ ടീച്ചേഴ്സിനും ഇതുപോലെ ഓരോരോ ടോപ്പിക്കിനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ സെഷൻസ് ഒക്കെ വെക്കാം ബൈ യൂസിങ് PPT ആവുമ്പോൾ പിക്ചർ ഒക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് ദേ ക്യാൻ റിമെമ്പർ ഇറ്റ്. എഡ്യൂക്കേഷണൽ ഫീൽഡ് ട്രിപ്സ്, വിസിറ്റ്സ് ടു ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ് പ്രൊവൈഡ് റിയൽ ലൈഫ് ലേണിംഗ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ രോഗങ്ങളുണ്ട്, ക്യാൻസർ രോഗമുണ്ട്, അത് ഭയാനകമാണ്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ക്ഷയരോഗം, അങ്ങനത്തെ ഭയാനകമാണ്. അതൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഹോസ്പിറ്റൽസിലേക്കോ അല്ലെങ്കിൽ ഹെൽത്ത് സെന്റേഴ്സിലേക്കോ ഒരു വിസിറ്റ് നടത്താം. എന്നിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ ഒക്കെ ഒരു ടോക്ക് കുട്ടികൾക്ക് കേൾപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി എഫക്റ്റീവ് മെത്തേഡ്. സ്റ്റുഡൻസ് ഒബ്സർവ് ഹെൽത്ത് പ്രൊഫഷണൽസ് അറ്റ് വർക്ക്. അപ്പൊ എങ്ങനെയാണ് അവരവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നേരിട്ട് കാണാനായിട്ട് കുട്ടികൾക്ക് പറ്റും. ട്രിപ്സ് ടു ഹെൽത്ത് ഫെയർസ് ഷോ കമ്മ്യൂണിറ്റി ഹെൽത്ത് എഫേർട്സ്. ഹെൽത്ത് ഫെയർസ് അല്ലെ, അതായത് ഇപ്പം കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതായത് ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്ന ക്യാമ്പുകൾ, ലൈക്ക് മെഡിക്കൽ ക്യാമ്പ്സ് ഒക്കെ. അപ്പൊ അവിടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പലതരത്തിലുള്ള ആളുകൾ വരുന്നത്, അവരുടെ സൂക്കടുകൾ എന്തൊക്കെയാണ്, അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഡയറക്ട്ലി ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹെൽത്ത് ഒഫീഷ്യൽസ്, എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ, ഇത് പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം. അപ്പൊ കുട്ടികളിൽ ആ ഒരു കോൺഷ്യസ്നെസ്, അവയർനെസ് ഉണ്ടാവുമ്പോൾ തന്നെ അവര് ഭാവിയിൽ അതൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. Pre-visit discussions to prepare students for what to expect.
അപ്പൊ പോണതിന്റെ മുമ്പ് കുട്ടികൾക്ക് ഏകദേശം ധാരണ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ എങ്ങടാ പോണത്, അവിടെ എന്തൊക്കെയാണുള്ളത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോണത് എന്നുള്ള കാര്യം കുട്ടികൾക്ക് അവെയർ ആക്കി കൊടുക്കണം. കാരണം അവർ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറച്ച് മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ മേക്ക് ദം അവെയർ അബൌട്ട് ദാറ്റ്. പോസ്റ്റ് വിസിറ്റ് റിപ്പോർട്ട്സ് ഹെൽപ്പ് ദി ഇൻഫോഴ്സ് ലേണിംഗ്. എന്നിട്ട് അവിടെ ജസ്റ്റ് പോവുകയല്ല, അവിടുന്ന് വന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് ഒരു റിപ്പോർട്ടായിട്ട് എഴുതി വാങ്ങാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെ മനസ്സിലായി, എന്തൊക്കെ പാഠങ്ങൾ ഇന്ന് പഠിച്ചു റിഗാർഡിങ് മെയിൻറ്റെയിനിങ് അവർ ഹെൽത്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അതിൽ പഠിക്കാൻ പറ്റിയ പാഠങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ പകർത്തും, അങ്ങനെ എക്സ്പീരിയൻസ് ഷെയറിങ്ങോ അല്ലെങ്കിൽ റിപ്പോർട്ട് റൈറ്റിങ്ങോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. Then celebrating Health Week. Organize events focusing on personal hygiene and sanitation. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ്, സാനിറ്റേഷൻ അല്ലെ, അതായത് ശൗചാലയം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റി കുട്ടികളെ ബോധവാന്മാരാക്കുക. ഇൻവൈറ്റ് ഹെൽത്ത് എക്സ്പെർട്സ് ടു സ്പീക്ക് ടു സ്റ്റുഡൻസ് അല്ലെ. ഇതുപോലെ ഹെൽത്ത് സെന്റേഴ്സിലെ ഡോക്ടേഴ്സിനെയോ നഴ്സസിനെയോ ഒക്കെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ ഉണ്ടായിരിക്കും, അപ്പൊ അവരെയൊക്കെ വിളിച്ചിട്ട് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ സമൂഹത്തിൽ വൃത്തിയുള്ളവരായിരിക്കാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ കുട്ടികളെ ബോധവാന്മാരാക്കാനായിട്ട് സെഷൻസ് കൊടുക്കാം. Then students can participate in community cleanup drives. അതുപോലെ തന്നെ ഈ മഴക്കാലം വരുന്നതിന് മുൻപൊക്കെ ശുചിത്വം അതായത് നമ്മുടെ സറൗണ്ടിങ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ മഴക്കാല രോഗങ്ങൾ ഉണ്ടാവുന്നത് കൊതുകുകളിലൂടെയാണ്. അപ്പൊ ഈ കൊതുകുകൾ പെറ്റി പെരുകുന്നത് നമ്മൾ പ്രിവെന്റ് ചെയ്യുക വേണം. അതിനായിട്ട് മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് ഇപ്പൊ ചിരട്ട, നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാവും പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഇതൊക്കെ കിടക്കുന്നതൊക്കെ ക്ലീൻ ചെയ്യാം അല്ലെ. കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മാസ് ക്ലീനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വെള്ളമൊക്കെ, കാരണം കുട്ടികൾ എന്ന് പറഞ്ഞു വെച്ചാൽ അവർ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും. നമ്മൾ ഓരോരുത്തർ പോയിട്ട് ചെയ്യുന്നതിനേക്കാൾ ഒരു 10 കുട്ടികളെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാവും. മാത്രമല്ല അവർ അതിനെപ്പറ്റി ബോധവാന്മാരും ആകുന്നു. Then activities raise awareness about health in and out of school. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിന് പുറത്തും അല്ലെ, സ്കൂളിൽ മാത്രം ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ പോരാ, അതിന് പുറത്തും വീട്ടിലും ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതിനെ പറ്റി കുട്ടികളെ ബോധവാന്മാരാക്കുക. എൻകറേജ് സ്റ്റുഡൻസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ഹെൽത്ത് അല്ലെ. അതായത് പറയാ, നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാലം ആരോഗ്യത്തോടെ ജീവിക്കാം. സോ പ്ലീസ് ഡു ദാറ്റ് എന്നുള്ള രീതിയിൽ അവരോട് പറയാം. അതായത് നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുക, ഹെൽത്തി ആയിട്ട് ജീവിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. എസ്റ്റാബ്ലിഷിംഗ് ഹെൽത്ത് ക്ലബ്സ്, സ്കൂളിൽ ഹെൽത്ത് ക്ലബ് ഒക്കെ ഉണ്ടാക്കുക. ഹെൽത്ത് ക്ലബ്സ് പ്രൊമോട്ട് ഹെൽത്തി ഹാബിറ്റ്സ് എമംഗ് സ്റ്റുഡൻസ്. നമുക്കറിയാം ഇത് ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ അല്ലെ കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ട് ഈ ഹെൽത്ത് ക്ലബ് ഒക്കെ സഹായിക്കും. ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ഡിബേറ്റ്സ്, പ്ലേസ് ആൻഡ് ലെക്ചേഴ്സ് ഓൺ ഹെൽത്ത് ടോപ്പിക്സ് അല്ലെ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ഹെൽത്ത് ക്ലബിന്റെ കീഴിൽ ചെയ്യാം? റോൾ പ്ലേസ്, ഡിബേറ്റ്സ് അല്ലെ. ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാം. പ്ലേസ് അല്ലെ, റോൾ പ്ലേസ് ഒക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ചെറിയ നാടകങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ ലെക്ചേഴ്സ് കണ്ടക്ട് ചെയ്യാം on health topics. Then collaborate with organizations like the Red Cross. Red Cross ആയിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം, IMA ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാം. കാരണം അവർക്കും ഇഷ്ടമായിരിക്കും ഡോക്ടേഴ്സിനൊക്കെ കുട്ടികളെ ഹെൽത്തി ആക്കാനായിട്ട് അങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ സ്കൂളുകളിലൊക്കെ. മെമ്പേഴ്സ് ക്യാൻ ഹെൽപ്പ് ഇംപ്ലിമെന്റ് ഹെൽത്ത് പോളിസീസ് ഇൻ സ്കൂൾസ്. അതുപോലെ തന്നെ ഇതിന്റെ റെഡ് ക്രോസ് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരിക്കും, ANCC, NSS. അപ്പൊ ആ മെമ്പേഴ്സിനോടൊക്കെ പറയാം. അപ്പൊ അവരാണ് അവരുടെ ഫ്രണ്ട്സിനെ ബോധവാന്മാരാക്കേണ്ടത്. ബിക്കോസ് ദേ ആർ ദ ലീഡേഴ്സ്. എൻകറേജ് ലീഡർഷിപ്പ് ആൻഡ് ടീം വർക്ക് ഫോക്കസ്ഡ് ഓൺ ഹെൽത്ത്. അപ്പൊ ഒരു ടീമൊക്കെ ആക്കി തിരിക്കാം. ആ ടീമിന്റെ കീഴിൽ കുറച്ച് സ്റ്റുഡൻസിനെ അലോട്ട് ചെയ്യാം. അപ്പൊ ആ ടീമിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ടീം ലീഡറാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്താണ് കുറച്ചും കൂടെ നമുക്ക് ഈ സെൻട്രലൈസ്ഡ് നിന്ന് കുറച്ചും കൂടെ നമ്മൾ മാറും. അതായത് എല്ലാം ടീച്ചർ നോക്കിയാൽ ചിലപ്പോൾ എത്തില്ല. അപ്പൊ സ്റ്റുഡൻസ് ക്യാൻ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്തി ബിഹേവിയർ ഓർ ഹൈജീൻ അമംഗ് സ്റ്റുഡൻസ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ ഹെൽത്ത് സർവീസസ്. എന്തൊക്കെയാണ് ഈ സ്കൂൾ ഹെൽത്ത് സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൊമോട്ട് പോസിറ്റീവ് ഹെൽത്ത് എമംഗ് സ്റ്റുഡൻസ്. നമുക്കറിയാം അല്ലെ,
ഈ ഹെൽത്തിനെ പറ്റിയിട്ട് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. പ്രിവെന്റ് ഡിസീസസ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് വാക്സിനേഷൻ. അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ തടയേണ്ടത്, അതുപോലെ വാക്സിനേഷന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു മനസ്സിലാക്കാം. ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പല രോഗങ്ങളും നമുക്ക് മാറ്റാം അല്ലെങ്കിൽ ചികിത്സിക്കാൻ പറ്റുന്ന രോഗങ്ങളാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി കുട്ടികളുടെ അടുത്ത് പറയാം, അല്ലെങ്കിൽ അവരെ ബോധവാന്മാരാക്കുന്നതിലൂടെ അവരും ഭാവിയിൽ ആ രീതി ഫോളോ ചെയ്യും. ഇൻക്രീസ് ഹെൽത്ത് അവയർനെസ് എമംഗ് സ്റ്റുഡൻസ്. കുട്ടികളിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ബോധം ഉളവാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു. പ്രൊവൈഡ് എ സേഫ് ആൻഡ് ഹെൽത്തി സ്കൂൾ എൻവയറൺമെന്റ്. ഇതിലൂടെ നല്ല സേഫ് ആൻഡ് ഹെൽത്തി സ്കൂൾ എൻവയറൺമെന്റ് ചുറ്റുപാട് ഉണ്ടാകുന്നു. കീ ആസ്പെക്ട്സ് ഓഫ് സ്കൂൾ ഹെൽത്ത് സർവീസസ്. എന്തൊക്കെയാണ് സ്കൂൾ ഹെൽത്ത് സർവീസിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്? റെഗുലർ ഹെൽത്ത് ചെക്കപ്സ് ആൻഡ് റെക്കോർഡ് മെയിൻ്റെനൻസ്. ഓക്കെ, അപ്പൊ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 monthsലോ ഒക്കെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുക കുട്ടികളിൽ. അപ്പോ എന്നിട്ട് എന്തൊക്കെയാണ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് അവരെ ബോധവാന്മാരാക്കുക. പ്രൊവൈഡിങ് നെസസറി ട്രീറ്റ്മെന്റ്സ് ആൻഡ് ഫോളോ അപ്സ്. പിന്നെ അതുപോലെ ഫോളോ അപ്പ് നടത്തണം. കുട്ടികളുടെ അടുത്ത് കുറെ ക്ലാസ് ഒക്കെ എടുത്ത് പിന്നെ അവരെന്ത് ചെയ്യുന്നു എന്നൊന്നും ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സം പ്രോബ്ലംസ് വിൽ ബി ദർ. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ അവരത് കുടിക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം വിത്ത് പാരന്റ്സ്. ഓക്കെ, അതായത് കുട്ടികളുടെ മാത്രമല്ല പാരന്റ്സും കൂടെ അതിൽ ഹെൽപ്പ് ചെയ്താലാണ് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പ്രിവെന്റിങ് ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ അതായത് പകർച്ചവ്യാധികൾ തടയാനായിട്ടുള്ള മാർഗങ്ങൾ ആലോചിക്കണം, അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞ് ബോധവാന്മാരാക്കണം. ensuring clean and safe school facilities. അതുപോലെ സ്കൂളിലും ഇതുപോലെ ഹൈജീൻ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളിപ്പോ സ്കൂളിന്റെ കാര്യം പറഞ്ഞു അല്ലെ, അപ്പൊ അവിടെ സാനിറ്റേഷൻ നല്ല ഹൈജീനിക് ആണോ എന്നുള്ളത് സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ അവിടെ വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്യുവർ വാട്ടർ ആണോ പ്യൂരിഫൈഡ് വാട്ടർ ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഓഫറിംഗ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ആൻഡ് ഫസ്റ്റ് എയ്ഡ് സർവീസസ്. പിന്നെ അതുപോലെ സ്കൂളിലൊക്കെ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഉച്ചഭക്ഷണം ഹെൽത്തി ന്യൂട്രീഷ്യസ് ആണോ എന്നുള്ളത് ടീച്ചേഴ്സ് ഉറപ്പുവരുത്തണം. മാത്രമല്ല ഹെൽത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് സർവീസ് സ്കൂളിൽ തന്നെ കീപ്പ് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സംവിധാനം അല്ലെ, പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ടാവും. അപ്പൊ ആ ഒരു സംവിധാനം ഫസ്റ്റ് എയ്ഡ് ടീം ഉണ്ടാക്കുക തന്നെ വേണം. അവരെപ്പോഴും റെഡി ആയിരിക്കണം. ഹെൽത്ത് അപ്രൈസൽ ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. ആനുവൽ മെഡിസിനൽ എക്സാമിനേഷൻസ് ഫോർ ഓൾ സ്റ്റുഡൻസ്. ഓക്കെ, വർഷത്തിൽ ഒരിക്കൽ കുട്ടികൾക്ക് എന്താണ് മെഡിക്കൽ ചെക്കപ്പ് കൊടുക്കണം. ഓക്കെ, സ്കൂളിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് അത് കണക്കാക്കുന്നത് നന്നായിരിക്കും. ചെക്കപ്പ് ഫോക്കസ് ഓൺ ഐസ്, ഇയേഴ്സ്, ടീത്ത് ആൻഡ് സ്കിൻ. ഈ ചെക്കപ്പിൽ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. എന്തൊക്കെയാണ് എസ്പെഷ്യലി ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ? കണ്ണ് അല്ലെ, കണ്ണ് ഐ ചെക്കപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുട്ടികളാവുമ്പോൾ അവർക്ക് പഠിക്കണം. പിന്നെ കണ്ണിന്റെ ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, തലവേദന വരും. സോ ദേ വിൽ ബിക്കം സ്ലോ ലേണേഴ്സ്. അപ്പൊ അതുകൊണ്ട് കണ്ണിന്റെ ചെക്കപ്പ് വേണം. ചെവി അല്ലെ, പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ടോ എന്ന് അറിയണം. ക്ലാസ് ഒക്കെ ചിലപ്പോൾ ആളുകൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. അതിന്റെ ടീത്ത് അല്ലെ, പല്ലൊക്കെ നല്ല ശുചിത്വമുള്ളതാണോ, അല്ലെങ്കിൽ എന്താണ് പല്ലിനൊക്കെ എന്തെങ്കിലും കേടുണ്ടോ എന്നുള്ള കാര്യം. ആൻഡ് സ്കിൻ ഡിസീസസ് ഓൾസോ. സ്കിൻ ഡിസീസ് പറഞ്ഞു വെച്ചാൽ ചിലപ്പം അതൊക്കെ ധരിക്കാം, കമ്മ്യൂണിക്കബിൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകരുന്നതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉണ്ടോ എന്നുള്ള ചെക്കപ്പും ആനുവലി നടത്തേണ്ടതാണ്. ഹെൽത്ത് റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻഡ് ആൻഡ് അപ്ഡേറ്റഡ് റെഗുലാർലി. എന്നിട്ട് ഓരോ കുട്ടിയുടെയും ഓരോ ഹെൽത്ത് റെക്കോർഡ് സ്കൂളിൽ സൂക്ഷിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്യണം റെഗുലർ ആയിട്ട്. അതായത് ഒരു വർഷം മാത്രമല്ല, എല്ലാ വർഷവും റെഗുലർ ആയിട്ട് ഈ രീതിയിലുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടതിന്റെ വളരെയധികം ആവശ്യമുണ്ട്. പാരന്റ്സ് ആർ ഇൻഫോംഡ് അബൌട്ട് ദെയർ ചൈൽഡ്സ് ഹെൽത്ത് സ്റ്റാറ്റസ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പാരന്റ്സിനെ അത് അവെയർ ആക്കുക. കുട്ടിയുടെ ഈ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് പാരന്റ്സിന് പറഞ്ഞു കൊടുക്കുക. ഹെൽപ്സ്, ഇപ്പൊ നമ്മൾ മാർക്കിന്റെ കാര്യമൊക്കെ പറയാല്ലേ, അതുപോലെ ഇതിന്റെ കാര്യവും പറയാം. അപ്പൊ അതുകൊണ്ട് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പാരന്റ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഹെൽപ്സ് ഇൻ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ. അതുപോലെ തന്നെ ഇതൊക്കെ വല്ല ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ട്, ഭാവിയിൽ വരാൻ പോണ ഹെൽത്ത് ഇഷ്യൂവിന്റെ ഒക്കെ കുറച്ച് മുൻ അല്ലെങ്കിൽ കുറച്ച് ഹിൻസ്
ഈ ഹെൽത്ത് ചെക്കപ്പിലൂടെ ഒക്കെ ചിലപ്പോൾ കിട്ടാം. പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ചികിത്സിക്കാനും ഭേദമാക്കാനൊക്കെ പറ്റും. പ്രൊവൈഡിങ് റെമഡിയൽ മെഷേഴ്സ്. ഓക്കെ, ഇനി അതിന് എന്തൊക്കെ റെമഡി അല്ലെ, റെമഡി പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് അല്ലെ, അത് ഓവർകം ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സ്കൂൾസ് മേ ഹാവ് ക്ലിനിക്സ് ഫോർ ബേസിക് ട്രീറ്റ്മെന്റ്സ്. സ്കൂൾസിൽ ക്ലിനിക്കുകൾ അല്ലെ, ചെറിയ തോതിലുള്ള ക്ലിനിക്കുകൾ ഉണ്ടാവുന്നത് നന്നായിരിക്കും. അപ്പോൾ ചെറിയ അസുഖങ്ങൾക്കൊക്കെ അവിടെ തന്നെ ട്രീറ്റ്മെന്റ്സ് കിട്ടുന്ന രീതിയിലാവണം. ഡോക്ടേഴ്സ് വിസിറ്റ് സ്കൂൾസ് ഫോർ കൺസൾട്ടേഷൻസ്. ഡോക്ടേഴ്സ് ഇതുപോലെ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് അവർക്ക് കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ്നെസ് ഉണ്ടാവാൻ പറ്റും. ചെറിയ അസുഖങ്ങളൊക്കെ അപ്പൊ തന്നെ അവർക്ക് മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ എന്താണ് ട്രീറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഫ്രീ മെഡിക്കൽ സർവീസസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഫോർ സ്റ്റുഡൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മെഡിക്കൽ ക്യാമ്പ്, ഫ്രീ ഹെൽത്ത് ചെക്കപ്പ്. അപ്പൊ അത് വെയിറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അണ്ടർ വെയിറ്റ് ആവാനും പാടില്ല, ഓവർ വെയിറ്റ് ആവാനും പാടില്ല. അപ്പോൾ അണ്ടർ വെയിറ്റ് ആണെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാരന്റ്സിന്റെ അടുത്ത് ഇൻഫോം ചെയ്യാം. ഓവർ വെയിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യിപ്പിക്കാം. ദെൻ ഫോളോ അപ്പ് എൻഷുവേഴ്സ് റിക്കവറി ആൻഡ് ഹെൽത്ത് മെയിൻ്റെനൻസ്. ഇവര് ഈ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. എൻകറേജ് സ്റ്റുഡൻസ് ടു സീക്ക് മെഡിക്കൽ ഹെൽപ്പ് വെൻ നീഡഡ്. അതുപോലെ കുട്ടികൾക്ക് മെഡിക്കൽ ഹെൽപ്പ് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. പ്രിവെന്റിങ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇതുപോലെ പകർച്ചവ്യാധികൾ തടയുക. അതിനെന്തൊക്കെ വേണം? വാക്സിനേഷൻ പ്രോഗ്രാംസ് അല്ലെ. ഇപ്പൊ സ്കൂളിലൊക്കെ പല വാക്സിനേഷനും ഒരു ഏജിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10 വയസ്സിലുള്ള വാക്സിനൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. റിമോട്ട് ഏരിയാസിലൊക്കെ, അതായത് വാക്സിനേഷനെ പറ്റിയിട്ട് വളരെ ബോധവാന്മാരല്ലാത്ത പാരന്റ്സിന്റെ മക്കളൊക്കെ ഈ പറഞ്ഞ പോലെ വാക്സിനേഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. Then students with contagious diseases are given proper care. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും കണ്ടേജിയസ് അല്ലെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പകർച്ചവ്യാധി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക എന്നുള്ളതിലുപരി അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കുക, അവർക്ക് പ്രത്യേക കെയർ കൊടുക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് പ്രിവെൻഷൻ മെത്തേഡ്സ്. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ. അപ്പം എന്തൊക്കെയാണ് ഇത് പ്രിവെന്റ് ചെയ്യാൻ, അതായത് രോഗങ്ങൾ വരാതിരിക്കാൻ നോക്കേണ്ടത് എന്നുള്ള കാര്യത്തെ പറ്റി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. റെഗുലർ മോണിറ്ററിംഗ് ഹെൽപ്സ് കൺട്രോൾ ഔട്ട് ബ്രേക്സ്. അതുപോലെ തന്നെ നമ്മൾ ഫോളോ അപ്പ് നടത്തണം. കുട്ടികളുടെ കാര്യങ്ങൾ റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് അവര് വല്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സിവിയർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂവിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കത് തടയാൻ പറ്റും. പ്രൊമോട്ട്സ് എ ഹെൽത്തി സ്കൂൾ കമ്മ്യൂണിറ്റി. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു ഹെൽത്തി സ്കൂൾ കമ്മ്യൂണിറ്റിയാണ് അല്ലെ, സമൂഹമാണ്. സ്കൂളിൽ പറഞ്ഞു വെച്ചൊരു സമൂഹം, ഒരു സൊസൈറ്റി തന്നെയാണ്, ക്രോസ് സെക്ഷൻ ഓഫ് എ സൊസൈറ്റിയാണ്. അപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റി അവിടെ ഉണ്ടാകുന്നു. എൻഷറിംഗ് എ ഹെൽത്ത് എൻവയറൺമെന്റ്. ക്ലാസ് റൂംസ് ആർ കെപ്റ്റ് ക്ലീൻ ആൻഡ് വെൽ വെന്റിലേറ്റഡ്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂംസ് ഒക്കെ ക്ലീൻ ആയിരിക്കണം, വെന്റിലേറ്റഡ്, എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം. സേഫ് ഡ്രിങ്കിങ് വാട്ടർ ഈസ് പ്രൊവൈഡഡ്. അതൊക്കെ സ്കൂൾ അതോറിറ്റി എൻഷുർ ചെയ്യേണ്ടതാണ്. അവർ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണ്, ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്യണം അല്ലെ. അല്ലാതെ അതിൽ പല ജന്തുക്കളും ചത്ത് കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. പ്രോപ്പർ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ആർ മെയിൻറ്റൈൻഡ്. ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റ്, ഇറ്റ്സ് വെരി മാൻഡേറ്ററി ഇൻ സ്കൂൾസ്. വേസ്റ്റ് ഈസ് ഡിസ്പോസ്ഡ് ഓഫ് ഹൈജീനിക്കലി. അതായത് വേസ്റ്റ് നല്ല രീതിയിലല്ലേ ഡിസ്പോസ് ചെയ്യുന്നത്. അവിടെയും ഇവിടെയും കെട്ടിക്കിടന്നിട്ട് എലി അതുപോലെയുള്ള ജീവികൾ വന്നിട്ട് രോഗങ്ങൾ പരത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിലല്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യാം. എ ക്ലീൻ എൻവയറൺമെന്റ് സപ്പോർട്ട് സ്റ്റുഡന്റ് ഹെൽത്ത് അല്ലെ. എല്ലായിടത്തും, അതായത് വീട്ടിൽ മാത്രമല്ല സ്കൂളിലും നല്ലൊരു ക്ലീൻ എൻവയറൺമെന്റ് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക്. ന്യൂട്രീഷണൽ സർവീസസ് ഇൻ സ്കൂൾസ്. മിഡ് ഡേ മീൽസ് കിഡ്സ് പ്രൊവൈഡഡ് ബാലൻസ്ഡ് ഡയറ്റ്സ് അല്ലെ. മിഡ് ഡേ മീലിൽ നല്ല ബാലൻസ്ഡ് ഡയറ്റ്, നല്ല ന്യൂട്രീഷ്യസ് ഫുഡൊക്കെ ഉൾപ്പെടുത്താം. ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറഞ്ഞു വെച്ചാൽ കോസ്റ്റ്ലി ഫുഡ് എന്നുള്ളതല്ല, നല്ല ഇലക്കറികൾ അതുപോലെ തന്നെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്താം. സപ്ലിമെന്റ്സ് ലൈക്ക് അയൺ ടാബ്ലറ്റ്സ് ആർ ഗിവൺ ടു സ്റ്റുഡൻസ്, എസ്പെഷ്യലി ഗേൾ ചിൽഡ്രൻ അല്ലെ. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അയൺ ടാബ്ലറ്റ് ഒക്കെ കൊടുക്കുന്നതിലൂടെ അവർക്ക് ആ ഒരു തളർച്ച, വിളർച്ച, അറിയാലോ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും.
Deworming programs are conducted periodically. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും deworming അല്ലെ, വിര നിർമ്മാർജ്ജനം, മന്ദരോഗ നിർമ്മാർജ്ജനം എന്നൊക്കെ പറഞ്ഞിട്ട് വിര കളയാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക കുട്ടികൾക്ക്. അഡ്രസ്സസ് കോമൺ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. ഇനി കോമൺ ആയിട്ട് ചില ആളുകളെ കണ്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീക്വന്റ് ഡിസീസസ് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് ഡിറക്ട് ദം അക്കോർഡിംഗ്ലി. ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ. ഇനി ഫസ്റ്റ് എയ്ഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് ആർ അൺഅവൈലബിൾ ഇൻ സ്കൂൾസ്. നമ്മൾ അറിയാം സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് വേണം. ടീച്ചേഴ്സ് ആർ ട്രെയിൻ ടു ഹാൻഡിൽ മൈനർ ഇഞ്ചുറീസ്. ചെറിയ മുറിവൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ കെട്ടണം, എന്തൊക്കെ മരുന്ന് വെക്കണം, അതിനെ പറ്റിയിട്ടുള്ള ബോധമൊക്കെ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, വേണമെങ്കിൽ ഒരു ഡോക്ടറിന്റെ ക്ലാസ് വെച്ചാൽ മതി റിഗാർഡിങ് ഫസ്റ്റ് എയ്ഡ്. അങ്ങനെ ടീച്ചേഴ്സിനെ കൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഓൺ ദി സ്പോട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ടീച്ചേഴ്സ് തന്നെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ടീച്ചേഴ്സിന് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. എമർജൻസി പ്രോട്ടോകോൾസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ സീരിയസ് കേസസ്. അതുപോലെ തന്നെ സീരിയസ് കേസ് ആണെങ്കിൽ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ബോധം അല്ലെ കുട്ടികൾക്കും ഉണ്ടാവണം, ടീച്ചേഴ്സിനും ഉണ്ടാവണം. ക്വിക്ക് റെസ്പോൺസ് എൻഷുർ സ്റ്റുഡന്റ് സേഫ്റ്റി. ഒരാൾ തല ചുറ്റി വീഴുകയാണെങ്കിൽ ക്വിക്ക് റെസ്പോൺസ്, പെട്ടെന്ന് തന്നെ കാറ്റും വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടേ കടത്താം, മെഡിക്കൽ ഫെസിലിറ്റീസ് എൻഷുർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രൊമോട്ട്സ് കോൺഫിഡൻസ് ഇൻ ഹാൻഡ്ലിംഗ് ഹെൽത്ത് എമർജൻസീസ്. കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഹെൽത്ത് എമർജൻസീസ് വരുന്നത്, ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്നിട്ട് അവരെ കോൺഫിഡന്റ് ആക്കി മാറ്റുക. റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ഹെൽത്ത് സർവീസസ്. ഒബ്സർവ് സ്റ്റുഡൻസ് ഡെയിലി ഫോർ സൈൻസ് ഓഫ് ഇൽനെസ്. കുട്ടികൾക്ക് എന്തെങ്കിലും സൂക്കേട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മള് വീട്ടിലൊക്കെ അച്ഛനും അമ്മയൊക്കെ കുട്ടികളെ കെയർ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ ടീച്ചേഴ്സും സ്കൂളിൽ കുട്ടികളെ ഒബ്സർവ് ചെയ്യണം, വെദർ ദേ ആർ ഹെൽത്തി ഓർ നോട്ട്. അല്ലെ, എന്തെങ്കിലും ഇൽനെസ് ഉണ്ടോ, അപ്പൊ നമുക്ക് പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമത്. അഡ്മിനിസ്റ്റർ ഹെൽത്ത് സപ്ലിമെന്റ്സ് ആസ് നീഡഡ്. ഇനി ആർക്കെങ്കിലും വിളർച്ച ഉണ്ടാണെങ്കിൽ അയൺ ടാബ്ലറ്റ് ഉണ്ട്, അത് കഴിക്കൂ അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. മെയിൻറ്റെയിനിങ് ആൻഡ് അപ്ഡേറ്റ് സ്റ്റുഡന്റ് ഹെൽത്ത് റെക്കോർഡ്സ്. സ്റ്റുഡൻസിന്റെ ഹെൽത്ത് റെക്കോർഡ്സ് നമ്മൾ പറഞ്ഞില്ല, ആനുവൽ ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാം. ടീച്ച് സ്റ്റുഡൻസ് അബൌട്ട് പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ, വ്യക്തി ശുചിത്വം. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ബോധം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക. കോർഡിനേറ്റ് വിത്ത് ഹെൽത്ത് പ്രൊഫഷണൽസ് ഫോർ സ്റ്റുഡന്റ് കെയർ. അതുപോലെ പ്രൊഫഷണൽസിനെയും അവരുടെ ഹെൽപ്പും നമുക്ക് ആവശ്യപ്പെടാം, റിഗാർഡിങ് ലൈക്ക് ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ അവരുടെ അടുത്തും പറയാം, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ വന്നിട്ട് ഈ രോഗത്തെ പറ്റിയിട്ട്, ഇപ്പം മഴക്കാല ജന്യ രോഗങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് ഒരു ഡോക്ടറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ട് ക്ലാസ് എടുക്കാൻ പറയാം നമ്മുടെ സ്കൂളിൽ. സ്കൂൾ ഹെൽത്ത് സൂപ്പർവിഷൻ. റെഗുലർലി ഇൻസ്പെക്ട് സ്കൂൾ ഫെസിലിറ്റീസ് ഫോർ ക്ലീൻലിനെസ്. അതുപോലെ തന്നെ സ്കൂൾ സറൗണ്ടിങ്സ് ക്ലീൻ ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുക തന്നെ വേണം. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിലും കുറെ അധിക സമയം കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എൻട്രി ക്ലാസ് റൂംസ് ആർ പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ. ലൈറ്റിങ്ങും വെന്റിലേഷനും അല്ലെ, കാറ്റൊക്കെ കടക്കണം, കാരണം അല്ലെങ്കിൽ കണ്ണിനൊക്കെ സ്ട്രെയിൻ ചെയ്യും കുട്ടികൾ. മോണിറ്റർ സാനിറ്റേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ സിസ്റ്റംസ്. അതായത് വെള്ളം അല്ലെ, അത് ടോയ്ലറ്റിലൊക്കെ വെള്ളമുണ്ടോ, കുട്ടികൾക്ക് ക്ലീൻലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഓൾസി ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ്. ഇതുപോലെ തന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസും പ്രോഗ്രാംസും ഒക്കെ സ്കൂളിൽ സംഘടിപ്പിക്കുക. മെയിൻറ്റെയിൻ എ സേഫ് ആൻഡ് ഹെൽത്തി ലേണിംഗ് എൻവയറൺമെന്റ് അല്ലെ, സേഫും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചുറ്റുപാട് സ്കൂളിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ടീച്ചേഴ്സ് ആണ് കേട്ടോ, അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് സൂപ്പർവിഷൻ. പ്രിവെന്റ്സ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസസ് ഇൻ സ്കൂൾസ് അല്ലെ. ഇപ്പൊ നമ്മളൊരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി ഉണ്ട്, കണ്ടേജിയസ് ഡിസീസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുത്ത് അവരുടെ പാരന്റ്സിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് തടയാൻ പറ്റും. ഐഡന്റിഫൈസ് ആൻഡ് അഡ്രസ്സസ് ഹെൽത്ത് ഹസാർഡ്സ് പ്രോംപ്റ്റ്ലി. അതുപോലെ തന്നെ ഈ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ്, അത് ഹെൽത്തി അല്ലെങ്കിൽ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ, ഇതൊക്കെ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. സപ്പോർട്ട് സ്റ്റുഡൻസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ്. അപ്പോൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിനും അവരുടെ ആ ഒരു വെൽബീയിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക.
എൻഹാൻസസ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസ്. അതുപോലെ കുട്ടികൾ വെറുതെ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുകയല്ല, അത് ഇഫക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. പ്രൊമോട്ട്സ് എ കൾച്ചർ ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അതുപോലെ കുട്ടികൾക്ക് ഹെൽത്ത് അല്ലെങ്കിൽ സേഫ്റ്റി അല്ലെ, അതായത് ഹെൽത്തി ആയി കഴിഞ്ഞാൽ അവർ സേഫ് ആണ് എന്നുള്ളൊരു ബോധം അല്ലെ, ആ ഒരു കൾച്ചർ സ്കൂളിൽ ഉണ്ടാക്കിയെടുക്കുക. ദെൻ അതിന്റെ കൺക്ലൂഷൻ ആണ് ബിൽഡിംഗ് എ ഹെൽത്തിയർ ഫ്യൂച്ചർ. അതായത് 2.5 അല്ലായിരുന്നു. സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ് ആർ വൈറ്റൽ ഫോർ സ്റ്റുഡന്റ് ഡെവലപ്മെന്റ്. സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദി കോൺട്രിബ്യൂട്ട് ടു എ ഹെൽത്തിയർ ആൻഡ് മോർ പ്രൊഡക്റ്റീവ് സൊസൈറ്റി. നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ പ്രൊഡക്റ്റീവുമായിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇൻവോൾവിംഗ് ദ ഹോൾ സ്കൂൾ കമ്മ്യൂണിറ്റി എൻഷുർസ് സക്സസ്. ഈ ഹെൽത്തി ഹാബിറ്റ് ഒരു സ്കൂളിലെ മൊത്തം കുട്ടികളും ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊരു ഗ്രേറ്റ് സക്സസ് തന്നെയാണ്. Ongoing efforts are needed to maintain health standards. അതുപോലെ തന്നെ ഹെൽത്ത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് കുറെ മെത്തേഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ മെത്തേഡുകൾ സ്കൂളിൽ അഡോപ്റ്റ് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാം. ടുഗെദർ വി ക്യാൻ ബിൽഡ് എ ഫൗണ്ടേഷൻ ഫോർ ലൈഫ് ലോങ് ഹെൽത്ത്. സ്റ്റുഡൻസ് ആണ്, ചെറിയ യങ് ഏജിലെ നല്ല ഹെൽത്തി ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. നെക്സ്റ്റ് ടോപ്പിക് 2.6 ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, വാട്ട് ഇസ് മീൻ ബൈ ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ഗിവൺ ടു എ സിക്ക് ഓർ ഇൻജേർഡ് പേഴ്സൺ. അല്ലെ, ഒരു ഇൻജേർഡ് പേഴ്സണ് കൊടുക്കുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സഹായം, വൈദ്യസഹായം. ഇറ്റ് ഈസ് ഡൺ ബിഫോർ പ്രൊഫഷണൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഈസ് അവൈലബിൾ. അപ്പൊ അതായത് ആശുപത്രിയിൽ കൊണ്ടുവന്നതിന് മുൻപാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. The goal is to reduce pain, prevent the condition from getting worse and save lives. ഇപ്പൊ ഒരാൾ കുട്ടി വീണിട്ട് മുറിയായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ ബ്ലഡൊക്കെ അല്ലെങ്കിൽ മണ്ണൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ കഴുകി വൃത്തിയാക്കുക. അതുപോലെ തന്നെ പെയിൻ ഇല്ലാതിരിക്കാനായിട്ട് വല്ല ഓയിന്റ്മെന്റോ ബാമോ ഉണ്ടെങ്കിൽ പുരട്ടുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. Anyone can learn basic first aid skills. അല്ലെ, അപ്പൊ എല്ലാവർക്കും പറ്റും. അതൊരു എക്സ്പെർട്ടിന്റെ ഹെൽപ്പോട് കൂടെ നമ്മൾ ഈ സ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ എമർജൻസീസ് ലൈക്ക് കട്ട്സ്, ബേൺസ് ഓർ ആക്സിഡന്റ്സ്. അല്ലെ, ആക്സിഡന്റിന്റെ സമയത്ത് അതുപോലെ തന്നെ മുറിവുകള്, പൊള്ളലുകള്, അല്ലെ, ഇതിന്റെയൊക്കെ ഫസ്റ്റ് എയ്ഡുകൾ എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മീനിങ് ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്താണ്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് മീൻസ് ദ ഫസ്റ്റ് ഹെൽപ്പ് ഗിവൺ ടു അൻ ഇൻജേർഡ് ഓർ സിക്ക് പേഴ്സണോ ഇൻജേർഡ് പേഴ്സണോ കൊടുക്കുന്ന ആദ്യത്തെ ഹെൽപ്പാണ് ഫസ്റ്റ് എയ്ഡ്. എയ്ഡ് എന്ന് പറഞ്ഞ സഹായം അല്ലെ. ഇറ്റ് ഈസ് ഗിവൺ ബിഫോർ എ ഡോക്ടർ ഓർ ആംബുലൻസ് അറൈവ്സ്. ഡോക്ടറെ അടുത്ത് പോകുന്നതിന്റെ മുമ്പോ ആംബുലൻസ് വരുന്നതിന്റെ മുമ്പോ ഒക്കെ ചെയ്യുന്ന കാര്യമാണ് ഈ ഫസ്റ്റ് എയ്ഡ്. ഹോസ്പിറ്റലിൽ പോയിട്ടല്ല ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ക്ലീനിങ് വോൺസ്, സ്റ്റോപ്പിംഗ് ബ്ലീഡിംഗ് ഓർ ഡൂയിങ് CPR. അല്ലെ, വൂണ്ടൊക്കെ മുറിവുകളൊക്കെ വൃത്തിയാക്കുക, ബ്ലീഡിങ് നിർത്തുക. ഓക്കെ, അതിനൊക്കെ കുറെ മാർഗങ്ങളുണ്ട്. ഐസൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ ബ്ലീഡിങ് നിർത്തും. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ മുഴക്കുന്നതിന് നമ്മൾ ഐസൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഒരു CPR, ശ്വാസതടസ്സം അല്ലെങ്കിൽ ഹാർട്ടുമായിട്ട് സംബന്ധമായിട്ടുള്ള ശ്വാസം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കൃത്രിമ ശ്വാസം കൊടുക്കാം, CPR കൊടുക്കാം. ദ ഹെൽപ്പ് ഷുഡ് ബി ക്വിക്ക് ആൻഡ് കാം. വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് എയ്ഡ്. ഇറ്റ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഇൻ സേവിങ് എ ലൈഫ്. അല്ലെ, അതായത് ജീവൻ രക്ഷിക്കുന്നതിൽ ഫസ്റ്റ് എയ്ഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്? സ്റ്റേ കാം ആൻഡ് ഡോണ്ട് പാനിക്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആളുകൾ പാനിക് ആവരുത്. അല്ലെ, ഒരു കാമായിട്ട് നല്ല രീതിയിൽ തന്നെ സ്ലോ ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യാം. ചെക്ക് ഇഫ് ദി ഏരിയ ഈസ് സേഫ് ബിഫോർ ഹെൽപ്പിംഗ്. നമ്മള് ഈ ഇങ്ങനെ പറയാ ബോധം കെട്ടൊക്കെ വീഴുന്ന ഒരു കുട്ടീനെ നമ്മള് അടച്ചിട്ട ജനലും വാതിലൊക്കെ അടച്ചിട്ട ഒരു റൂമിലാകുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് ശ്വാസം മുട്ടലായിരിക്കും. അപ്പൊ തുറന്നുള്ള ഒരു സ്ഥലത്തേക്ക് പോകാം. അപ്പൊ ഏരിയ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കോൾ ഫോർ മെഡിക്കൽ ഹെൽപ്പ് ഇഫ് നീഡഡ്. ഇനി മെഡിക്കൽ ഹെൽപ്പ് വളരെ സീരിയസ് ആണെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് അപ്പൊ തന്നെ നമ്മൾ അവൈൽ ആക്കുക. ട്രൈ ടു സ്റ്റോപ്പ് ബ്ലീഡിങ് ഓർ ഹെൽപ്പ് ബ്രീത്തിങ്. ഓക്കെ, ബ്രീത്തിങ് കൃത്രിമ ശ്വാസമൊക്കെ കൊടുക്കാം. അതുപോലെ ബ്ലീഡിങ് ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ചെറിയ ചെറിയ മാർഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാം. ഡു നോട്ട് മൂവ് പേഴ്സൺ അൺലെസ് നെസസറി. അതായത് ആവശ്യമില്ലാതെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക, അങ്ങനത്തെ ആ രീതിയിലൊന്നും ചെയ്യരുത്. കംഫർട്ട് ആൻഡ് റീഅഷ്യൂർ ദി ഇൻജേർഡ് പേഴ്സൺ.
അതായത് വയ്യാത്ത ആളുകളെ കൂടുതൽ പേടിപ്പിക്കുകയല്ല, അവർക്ക് കംഫർട്ട് കൊടുക്കുക. യൂസ് ക്ലീൻ ക്ലോത്ത്സ് ഓർ ബാൻഡേജസ് ടു അവോയ്ഡ് ഇൻഫെക്ഷൻ. നമ്മൾ കെട്ടുന്ന തുണികൾ ഹൈജീനിക് ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യാം. ഡു നോട്ട് ഗിവ് ഫുഡ് ഓർ ഡ്രിങ്ക് ടു അൺകോൺഷ്യസ് പീപ്പിൾ. നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, ബോധം പോയ ഒരാൾക്ക് വായൊക്കെ തുറന്നിട്ട് വെള്ളം കൊടുക്കും. ഇപ്പൊ തരിപ്പ് കയറിലൊക്കെ അല്ലെങ്കിൽ ലങ്സിലൊക്കെ പോയി കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊന്നും ചെയ്യരുത്. യൂസ് റിക്കവറി പൊസിഷൻ ഇഫ് ദ പേഴ്സൺ ഇസ് ബ്രീത്തിങ് ബട്ട് അൺകോൺഷ്യസ്. അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ ബോധം കെട്ടു അല്ലെ, അപ്പൊ അതിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു മെഡിക്കൽ എക്സ്പേർട്ടിന്റെ, എസ്പെഷ്യലി ഒരു ഡോക്ടറിന്റെ സഹായത്തോടു കൂടെ പഠിച്ചെടുക്കാവുന്നതാണ് നമുക്ക്. കീപ് ചെക്കിംഗ് ഫോർ സൈൻസ് ഓഫ് ലൈഫ് ബ്രീത്തിങ്, പൾസ് അല്ലെ, പൾസ് ചെക്ക് ചെയ്യാം അല്ലെ, അതൊക്കെ നമുക്കറിയാം. നമ്മൾ വാച്ച് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു മിനിറ്റില് എത്ര പൾസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. വെദർ ദാറ്റ് പേഴ്സൺ ഇസ് ഹെൽത്തി ഓർ നോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ക്യാൻ സേവ് ലൈഫ്സ് അല്ലെ, ജീവൻ സേവ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ, സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് എയ്ഡ്. ഇറ്റ് ഹെൽപ്സ് പ്രിവെന്റ് ദ കണ്ടീഷൻസ് ഫ്രം ഗെറ്റിംഗ് വേഴ്സ്. അതുപോലെ കണ്ടീഷൻസ് അല്ലെ വളരെ വേഴ്സ് ആവുന്നതിന്റെ നിന്നും രോഗികളെ രക്ഷിക്കാനായിട്ട് ഫസ്റ്റ് എയ്ഡിന് പറ്റും. ഈ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഫസ്റ്റ് എയ്ഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് റെഡ്യൂസസ് ദ ടൈം ഓഫ് റിക്കവറി. ഇറ്റ് പ്രൊവൈഡ്സ് കംഫർട്ട് ആൻഡ് സപ്പോർട്ട് ടു ദി ഇൻച്വേർഡ്. അതായത് നമ്മൾ രോഗിയെ അല്ലെങ്കിൽ ഇപ്പൊ മുറിവേറ്റ ആൾക്ക് കുറച്ച് കംഫർട്ടും സപ്പോർട്ടും ഒക്കെ കൊടുക്കുക എന്നുള്ളത് അവരെ കോൺഫിഡന്റ് ആക്കി മാറ്റും. അവർക്ക് പകുതി രോഗശാന്തി വരും. ഇറ്റ് ബിൽഡ്സ് കോൺഫിഡൻസ് ടു ഹാൻഡിൽ എമർജൻസീസ്. ഇതുപോലെ നമ്മൾ സ്കൂളിലെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇതുപോലെ അവർ യാത്ര ചെയ്യുന്ന ബസ്സിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി വിചാരിക്കും. അപ്പൊ അപ്പോഴും ആളുകളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്, അതാണ് നല്ലൊരു പൗരന്റെ ലക്ഷണം. അതൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. സ്കോപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ഈസ് യൂസ്ഡ് അറ്റ് ഹോം, സ്കൂൾ, വർക്ക് ഓർ ഓൺ ദ റോഡ് അല്ലെ, എവിടെ ഫസ്റ്റ് എയ്ഡ് നമുക്ക് ആവശ്യമുണ്ട്. It helps in cases like bleeding, burns or fractures. അതായത് ബ്ലീഡിങ്ങിന്റെ സമയത്തോ പൊള്ളലോ ഫ്രാക്ചറോ ഒക്കെ ഉള്ള സമയത്ത് ഫസ്റ്റ് എയ്ഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്സ് ഓർ എർത്ത് അല്ലെ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ നാട് ഇപ്പോ എന്താ ഉണ്ടാവാന്നറിയില്ല. മഴക്കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ വളരെ പേടിയാണ്. എന്താണ് മഴയത്ത് ഉണ്ടാവാൻ പറ്റുമോ, ഫ്ലഡ് ഉണ്ടാവോ, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവോ, അങ്ങനത്തെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് ഈ ഫസ്റ്റ് എയ്ഡ് ട്രിക്സ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്സ് ഒക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഹെൽപ്പേഴ്സ് ആയിട്ട് പോകാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാല്ലേ, വയനാടൊക്കെ ചുരൽമലയിലൊക്കെ ഒരുപാട് ആളുകൾ വില്ലിങ് ആയിട്ട് പോയിട്ടുണ്ട്, ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലാതെ. അപ്പൊ ആ രീതിയിലൊക്കെ ആ ഒരു രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ സ്റ്റുഡൻസിന് ഭാവിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ട്രെയിനിങ് സ്കൂളിൽ വെച്ചിട്ടേ കൊടുക്കണം. ഇറ്റ് കവേഴ്സ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് അല്ലെ, അതായത് ഇമോഷണൽ സപ്പോർട്ടും അതുപോലെ ഫിസിക്കൽ സപ്പോർട്ടൊക്കെ ഇതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കും. എവ്രിവൺ ഷുഡ് ലേൺ ബേസിക് ഫസ്റ്റ് എയ്ഡ് സ്കിൽസ് അല്ലെ, കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഫസ്റ്റ് എയ്ഡ് സ്കിൽസ് കൊടുക്കുക. ഇത് വളരെ നിർബന്ധമായിട്ട് തന്നെ എടുക്കുക. ക്വാളിറ്റീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡ്. എന്തൊക്കെ ക്വാളിറ്റീസ് വേണം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്ക്? സ്റ്റേ കാം ആൻഡ് ആക്ട് ക്വിക്കലി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബി കൈൻഡ് ആൻഡ് റീഅഷ്വറിങ്. ഓക്കെ, അങ്ങോട്ട് കിടക്ക് ഇങ്ങോട്ട് മറിഞ്ഞെടുക്കുക എന്നുള്ളതല്ലാതെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അവരോട് ഒരു എംപത്തറ്റിക് വ്യൂല് വേണം സംസാരിക്കാൻ. നോ ബേസിക് ഫസ്റ്റ് എയ്ഡ് സ്കിൽസ്. ഫസ്റ്റ് എയ്ഡ് അറിഞ്ഞാൽ മാത്രം അത് കൊടുക്കുക. ഓക്കെ, തിങ്ക് ക്ലിയർലി ആൻഡ് മേക്ക് ഡിസിഷൻസ് അല്ലെ. ഡിസിഷൻ മേക്കിംഗ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കീപ് ദംസെൽസ് ആൻഡ് അതർ സേഫ്. അതായത് ഇപ്പോൾ ബേണിങ്ങും അല്ലെങ്കിൽ തീ പിടിച്ച സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഓടിച്ചെല്ലരുത് തീയിന്റെ ഉള്ളിലേക്ക്. അപ്പൊ നമ്മൾ സേഫ് ആയിരിക്കണം, എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ സേഫ് ആക്കാനായിട്ട് ശ്രമിക്കണം. ഗൈഡ് ലൈൻസ് ഫോർ ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണത്? ചെക്ക് ദ സീൻ ഫോർ സേഫ്റ്റി. അതായത് നമ്മൾ സേഫ്റ്റിക്ക്, അതെ സേഫ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. കോൾ ഫോർ എമർജൻസി ഹെൽപ്പ് അല്ലെ, എമർജൻസി ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഫയർഫോഴ്സ് ആണെങ്കിൽ അവരെ വിളിക്കണം, അല്ല മെഡിക്കൽ ടീം ആണെങ്കിൽ അവിടെ വിളിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം. ഓക്കെ, ഹോസ്പിറ്റലിലേക്ക്. ചെക്ക് ദ പേഴ്സൺസ് ബ്രീത്തിങ് ആൻഡ് പൾസ്. കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയ്യാത്ത അല്ലെങ്കിൽ എന്താണ് രോഗിയുടെ പൾസും ബ്രീത്തിങ് ഒക്കെ നോർമൽ അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. ഗിവ് ഫസ്റ്റ് എയ്ഡ് ഓൺലി ഇഫ് യു ആർ ട്രെയിൻഡ്.
ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. സ്റ്റേ വിത്ത് ദ പേഴ്സൺ അൻറ്റിൽ ഹെൽപ്പ് അറൈവ്സ്, അല്ലെ? കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് വരെ അവന്റെ കൂടെ തന്നെ നിൽക്കുക. ഫസ്റ്റ് എയ്ഡ് ഓർ വൂൺസ് ആൻഡ് ബ്ലീഡിങ്. ഓക്കെ, ഇനി വൂൺസും ബ്ലീഡിങ്ങും ഒക്കെ എങ്ങനെയാണ്, അതിനൊക്കെയുള്ള ഫസ്റ്റ് എയ്ഡിന്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ? കുട്ടിക്ക് മുറിവേറ്റ് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കാൻ എന്തൊക്കെ ചെയ്യണം? വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ടച്ചിങ് ദ വൂണ്ട്, അല്ലെ? നമ്മുടെ കയ്യിലും രോഗാണുക്കൾ ഉണ്ടാവാം. അതായത് നമ്മൾ കുട്ടിയെ തൊടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മുറിവ് തൊടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കൈകൾ വൃത്തിയാക്കണം. യൂസ് ക്ലീൻ ക്ലോത്ത് ടു സ്റ്റോപ്പ് ബ്ലീഡിങ്. നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് അമർത്തി പിടിക്കുക, അല്ലെ, മുറിയില്. ഓക്കെ, വൃത്തിയുള്ള തുണി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്ലൈ ജെന്റിൽ പ്രഷർ ടു സ്റ്റോപ്പ് ദ ബ്ലഡ് ഫ്ലോ. അതുപോലെ ജെന്റിൽ പ്രഷർ, കുറച്ച് പ്രഷർ കൊടുക്കുക, അമർത്തി പിടിക്കുക. കവർ ദ വൂണ്ട് വിത്ത് എ ബാൻഡേജ്. ഒരു ബാൻഡേജ് കൊണ്ട് മുറിവ് കവർ ചെയ്യുക. സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഓഫ് ഇഫ് ബ്ലീഡിങ് ഡസ് നോട്ട് സ്റ്റോപ്പ്. അങ്ങനെ ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോവുക. ഈ ബേൺസ്, പൊള്ളലേറ്റ് കഴിഞ്ഞാലോ, കൂൾ ദ ബേൺ വിത്ത് റണ്ണിങ് വാട്ടർ ഫോർ 10 to 15 minutes, അല്ലെ? അതായത് ബേൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വളരെ ഹൈ ടെമ്പറേച്ചറിൽ പൊള്ളിപ്പോവാൻ. അപ്പൊ അത് കൂളാക്കാൻ വേണ്ടിയിട്ട് റണ്ണിങ് വാട്ടർ, അതിന്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കണം ഫോർ 10 to 15 minutes. ഡു നോട്ട് അപ്ലൈ ഐസ് ഓർ ബട്ടർ. നമ്മളൊക്കെ ചെയ്യുന്നതാണ്, നെയ്യ് തേക്കുക, ഐസ് വെക്കുക, അതൊന്നും ചെയ്യരുത്. കവർ ദ ബേൺ വിത്ത് എ ക്ലീൻ നോൺ സ്റ്റിക്ക് ക്ലോത്ത്, അല്ലെ? ഒട്ടിപ്പിടിക്കുന്ന, അതായത് പ്ലാസ്റ്റർ പോലെയുള്ള ബാൻഡേഡ് ഒക്കെ ഉണ്ടല്ലോ, ഒട്ടിക്കുന്ന ബാൻഡേഡ് ഒന്നുമല്ല, പക്ഷെ ഒരു ക്ലീൻ ആയിട്ടുള്ള തുണി കൊണ്ട് വേണമെങ്കിൽ പൊതിയാം. ഡു നോട്ട് ബ്രേക്ക് ബ്ലിസ്റ്റേഴ്സ്, അല്ലെ? അതായത് പൊള്ളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിക്കരുത്. ഓക്കെ, പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, കൂടുതൽ മുറി ആവുകയും. ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് ഫോർ സീരിയസ് ബേൺസ്. സീരിയസ് ബേൺ ആണ്, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് പോവാം. ദെൻ ഫസ്റ്റ് എയ്ഡ് ഫോർ നോസ് ബ്ലീഡ്സ്. മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയാണെങ്കിൽ എന്താ കാര്യമാണ് ചെയ്യേണ്ടത്? സിറ്റ് ദ പേഴ്സൺ അപ്രൈറ്റ് ആൻഡ് ലീൻ ഫോർവേഡ്, അല്ലെ? കുട്ടിയെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുത്തിയിട്ട് മുന്നിലേക്ക് കുനിയാൻ പറയാം. പിഞ്ച് ദ നോസ് ജസ്റ്റ് ബിഫോർ ദ നോസ്ട്രിൽസ്. നോസ്ട്രിൽസിന്റെ മുകളിലായിട്ട് പിഞ്ച് ചെയ്യുക. പിഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കുക. ഹോൾഡ് ഫോർ 10 minutes ആൻഡ് ബ്രീത്ത് ത്രൂ ദ മൗത്ത്. ആ സമയത്ത് പറയാം വായിലൂടെ ശ്വാസം എടുക്കാൻ, അതായത് മൂക്കിലൂടെ എടുക്കരുത്, വായിലൂടെ ശ്വാസം എടുക്കാൻ. അതിനുവേണ്ടി നമ്മളിവിടെ പിടിക്കുന്നത്. ഡു നോട്ട് ടിൽറ്റ് ദ ഹെഡ് ബാക്ക്, അല്ലെ? നമ്മൾ തല ബാക്കിലേക്ക് ഇങ്ങനെ തള്ളുകയൊന്നും ചെയ്യരുത്. സീക്ക് ഹെൽപ്പ് ഇഫ് ബ്ലീഡിങ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്ത് പോകും. ഫസ്റ്റ് എയ്ഡ് ഫോർ ഫ്രാക്ചേഴ്സ്. ഡു നോട്ട് മൂവ് ദ ബ്രോക്കൺ പാർട്ട്. ഓക്കെ, അതായത് കൈ ഒടിഞ്ഞു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കൈയൊന്ന് കൊടയ്, അങ്ങനത്തെ രീതിയിലൊന്നും പറയരുത്. കീപ് ഇറ്റ് സ്റ്റിൽ യൂസിങ് എ സ്പ്ലിന്റ് ഓർ ക്ലോത്ത്, അല്ലെ? അങ്ങനെ ഒരു ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടുകയാണ്, അതായത് അത് വളയാത്ത രീതിയിലാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്ലൈ ഐസ് റാപ്ഡ് ഇൻ ക്ലോത്ത് ടു റെഡ്യൂസ് സ്വെല്ലിങ്. ഒരു തുണിയിൽ ഐസ് ക്യൂബ്സ് പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വെല്ലിംഗ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. വീക്കം, അല്ലെ? സപ്പോർട്ട് ദി ഇൻജേർഡ് പാർട്ട് അൻറ്റിൽ ഹെൽപ്പ് കംസ്. അതുപോലെ ഡോക്ടറെ അടുത്ത് പോണ വരെ നമുക്ക് എന്താണ് ഇത് സപ്പോർട്ട് ചെയ്യാം, കുട്ടിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം. കോൾ ഫോർ മെഡിക്കൽ ഹെൽപ്പ് ക്വിക്കലി. ഫ്രാക്ചർ വന്നാൽ നമ്മളായിട്ട് ചികിത്സിക്കാനൊന്നും മെനക്കെടരുത്, മെഡിക്കൽ ഹെൽപ്പ് എത്രയും പെട്ടെന്ന് കൊടുക്കുക. ദെൻ ഫസ്റ്റ് എയ്ഡിന്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദെൻ സേഫ്റ്റി ഇൻ ദ സ്കൂൾ ആസ് പാർട്ട് ഓഫ് ദ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം. അതുപോലെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? സ്കൂളിൽ പ്രൊമോട്ട് സ്റ്റുഡന്റ് വെൽബീയിങ് ആൻഡ് ഹെൽത്ത്. ഓക്കെ, എൻജോയ്സ് എ സേഫ് ആൻഡ് സെക്യൂർ ലേണിംഗ് എൻവയറൺമെന്റ്. സേഫ്റ്റിനെ പറ്റിയിട്ട് പറയുന്നതിലൂടെ നമുക്ക് എന്താണ്, സ്കൂളിൽ ഒരു സേഫ് ആൻഡ് സെക്യൂർ പറഞ്ഞു വെച്ചാൽ എന്താണ്, സെക്യൂർ ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ലേണിംഗ് എൻവയറൺമെന്റ് സ്കൂളിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. കവേഴ്സ് ക്ലാസ് റൂം, പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഹോം സേഫ്റ്റി. അതുപോലെ തന്നെ ക്ലാസ് റൂമും പ്ലേ ഗ്രൗണ്ടും വീടും എല്ലാം സേഫ് ആവുക, ക്ലീൻ ആവുക എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമേ ഒരു കുട്ടി ഹെൽത്തി ആവുള്ളൂ, സേഫ് ആവുള്ളൂ. എൻകറേജസ് അവയർനെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, ഹെൽത്ത് പറഞ്ഞ അവരുടെ ഉത്തരവാദിത്തമാണ്, മറ്റുള്ളവരുടെ ഹെൽത്തും അവരുടെ ഉത്തരവാദിത്തമാണ്, അവരെ ഹാം ചെയ്യരുത്. ഈ രീതിയിൽ മുന്നോട്ട് പോവാണത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ ബോധവാന്മാരാക്കുക.
ഇൻക്ലൂഡ്സ് എമർജൻസി പ്രിപ്പയർനെസ് ആൻഡ് റെസ്പോൺസസ്. ഇനി വല്ല ഇൻ കേസ് എമർജൻസി വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ, അത്യാവശ്യം അല്ലെങ്കിൽ എന്താണ് അത്യാഹിതങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. മീനിങ് ഓഫ് സേഫ്റ്റി എഡ്യൂക്കേഷൻ. എന്താണ് സേഫ്റ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടീച്ച് സ്റ്റുഡൻസ് ഹൗ ടു അവോയ്ഡ് ആക്സിഡൻസ്. ഓക്കെ, ആക്സിഡൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഒരു 12th അതുപോലെ കോളേജ് ലെവൽ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരൊക്കെ ഡ്രൈവ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ റാഷ് ഡ്രൈവ് ഒന്നും പാടില്ല. സേഫ് ഡ്രൈവ് എങ്ങനെയാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സേഫ്റ്റി റൂൾസ്. അല്ലെ, സേഫ്റ്റി റൂൾസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഡെവലപ്സ് റെസ്പോൺസിബിൾ ബിഹേവിയർ ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ഒരു റെസ്പോൺസിബിൾ, അതായത് നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവനും നമ്മുടെ ജീവനും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഹെൽപ്സ് ഇൻ റെക്കഗ്നൈസിങ് പൊട്ടൻഷ്യൽ ഹസാർഡ്സ്. അതുപോലെ തന്നെ ഏതൊക്കെ അപകടങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കുക. ഡേ ടു ഡേ ലൈഫിൽ വന്നേക്കാവുന്ന അപകടങ്ങളെ പറ്റിയിട്ട് അതിന്നൊക്കെ ഒഴിഞ്ഞു മാറാതെ എങ്ങനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയാം. എൻകറേജസ് എ സേഫ്റ്റി കോൺഷ്യസ് മൈൻഡ് സെറ്റ്. അതുപോലെ തന്നെ സേഫ്റ്റി ആയിട്ടുള്ള, അതിനായിട്ട് സേഫ്റ്റി രോഗങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ എന്താണ് ആക്സിഡൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെ സേഫ് ആയിട്ടിരിക്കാം എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് അവരിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു മനസ്സാക്ഷി, അതായത് എങ്ങനെയൊക്കെയാണോ ചെയ്താലാണ് നമ്മൾ സേഫ് ആവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക കുട്ടികളിൽ. എയിംസ് ഓഫ് സേഫ്റ്റി എഡ്യൂക്കേഷൻ: പ്രിവെന്റ് ഇഞ്ചുറീസ് ആൻഡ് ആക്സിഡൻസ്. ഓക്കെ, ഇത് ഇഞ്ചുറീസും ആക്സിഡൻസും ഒക്കെ ഇല്ലാതെയാക്കുന്നു. പ്രൊമോട്ട്സ് അവയർനെസ് ഓഫ് പേഴ്സണൽ ആൻഡ് പിയർ സേഫ്റ്റി. സ്വന്തം സേഫ്റ്റിയും മറ്റുള്ളവരുടെ സേഫ്റ്റിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും ഒരുപക്ഷെ മറ്റുള്ളവരുടെ ലൈഫും നമുക്ക് രക്ഷിക്കാൻ പറ്റിയേക്കാം. ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ പറഞ്ഞ് ബോധവാന്മാരാക്കുക. ഡെവലപ്പ് സേഫ്റ്റി ഹാബിറ്റ്സ് ഇൻ ഡെയിലി ലൈഫ്. ഡെയിലി ലൈഫിൽ നമ്മൾ സേഫ്റ്റി ആവാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, ഡയറ്റ് ചെയ്യണം, ഹൈജീൻ കീപ്പ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ അവെയർ ആവാം. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ക്രിയേറ്റ് സേഫ് ലേണിംഗ് എൻവയറൺമെന്റ്സ്, അല്ലെ? അതായത് ഇങ്ങനെ സേഫ് ആയിട്ടുള്ള ചുറ്റുപാടുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. എഡ്യൂക്കേറ്റ് അബൌട്ട് എമർജൻസി പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് എയ്ഡിനെയൊക്കെ പറ്റി പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെ എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അവരെ ബോധവാന്മാരാണ്. സേഫ്റ്റി അറ്റ് സ്കൂൾ കവേഴ്സ് ഓൾ ഏരിയാസ് വിത്തിൻ സ്കൂൾ പ്രിമൈസസ്, അല്ലെ? അതായത് സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ കോമ്പൗണ്ട്, ഓക്കെ, അവിടെയുള്ള കുട്ടികളുടെ സേഫ്റ്റിയാണ്. ഫോക്കസസ് ഓൺ സ്റ്റുഡന്റ് ആൻഡ് സ്റ്റാഫ് സേഫ്റ്റി. ഇപ്പോ സ്കൂളിലെ സേഫ്റ്റി പറഞ്ഞു വെച്ചാൽ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ്സ് ആണ് കോളേജ്, സ്കൂളിലൊക്കെ കോളേജിലൊക്കെ ഉണ്ടാവുക. അപ്പൊ അവരുടെ സേഫ്റ്റിയാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. ഇൻവോൾവ്സ് ടീച്ചേഴ്സ്, സ്റ്റാഫ് ആൻഡ് പാരന്റ്സ്. റിക്വയേഴ്സ് റെഗുലർ ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ്. ആക്ച്വലി നമുക്കറിയാം മെയിൻ്റെനൻസ്, ഇപ്പോ ഓടെങ്ങാൻ പൊട്ടി വീഴാൻ നിൽക്കുന്നുണ്ടോ, സ്കൂളിന്റെ പട്ടിക ഇളകിയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ്. വല്ല മരം എങ്ങാൻ നമ്മുടെ സ്കൂൾ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടോ, അപ്പൊ അതൊക്കെ വെട്ടണം. കാരണം അല്ലെങ്കിൽ മഴക്കാലൊക്കെയാണ് എന്ത് സംഭവിക്കുക. അപ്പൊ ഇതൊക്കെ സേഫ് ആണോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. സോറി. ദെൻ ഇൻക്ലൂഡ്സ് ഡ്രിൽസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രാക്ടീസസും അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ സ്കൂളിൽ സംഘടിപ്പിക്കാം. സേഫ്റ്റി മെഷേഴ്സ് ഇൻസൈഡ് ദ ക്ലാസ് റൂം. ഏതൊക്കെയാണ് ക്ലാസ് റൂമില്? കീപ്പ് ഫർണിച്ചർ ഇൻ ഗുഡ് കണ്ടീഷൻ, അല്ലെ? ഒടിഞ്ഞു വിടാറായിട്ടുള്ള ബെഞ്ചൊക്കെയാണോ, കുട്ടികൾ ഇരുന്ന് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യോ കാലോ ഒക്കെ പൊട്ടും. അവോയ്ഡ് ക്ലട്ടേർഡ് വാക്ക് വേസ്, അല്ലെ? അതായത് നടക്കുന്ന ഭാഗം വഴുക്കലില്ലാതാണോ, അല്ലെ? നല്ല വൃത്തിയുള്ളതാണോ? സ്റ്റോർ ഷാർപ്പ് ഒബ്ജക്ട് സേഫ്റ്റി, അല്ലെ? ഇപ്പൊ നമ്മൾ കോമ്പസ് ഒക്കെ എടുക്കാണ്ടി വരും. അപ്പൊ അതൊക്കെ നല്ല സേഫ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ കണ്ണിലോ മൂക്കിലോ ഒന്നും തട്ടരുത്. എൻഷുർ പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ലൈറ്റിംഗ്. ക്ലാസ്സിൽ നല്ല ലൈറ്റിംഗ് ഉണ്ട്, വെന്റിലേഷൻ, വായു സഞ്ചാരം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കണ്ടക്ട് റെഗുലർ സേഫ്റ്റി ഇൻസ്പെക്ഷൻസ്. ഇപ്പോ അങ്ങനത്തെ മെത്തേഡ്സ് വേണം സ്കൂളിന് സർട്ടിഫിക്കറ്റ് ഒക്കെ റിന്യൂ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിലും അങ്ങനത്തെ ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്താം. സ്കൂൾ പ്ലേ ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം? സൂപ്പർവൈസ് ചിൽഡ്രൻ ഡ്യൂറിംഗ് പ്ലേ. കുട്ടികൾ കളിച്ചോട്ടെ, ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുക എന്നുള്ളത് ഒരു നല്ല ടീച്ചറിന്റെ ഒരു ഉത്തരവാദിത്തമല്ല. അപ്പൊ അവർ മോണിറ്റർ ചെയ്യണം വൈൽ ദേ ആർ പ്ലേയിങ്. എക്സ്പെക്ട് പ്ലേ എക്വിപ്മെന്റ് റെഗുലാർലി. അവർ കളിക്കുന്ന സാധനങ്ങൾ അത് പൊട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവരുടെ മേൽ മുറിയാവാനൊക്കെ ചാൻസസ് ഉണ്ട്. പ്രൊവൈഡ് സോഫ്റ്റ് ലാൻഡിംഗ് സർഫേസസ്, ഓക്കെ. അതുപോലെ തന്നെ
ചരല് അങ്ങനത്തെ വല്ല സംഭവങ്ങളൊക്കെ ഉള്ള ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കുക. വീണ് കഴിഞ്ഞാലൊക്കെ നന്നായിട്ട് മുറിയും. സോഫ്റ്റ് ലാൻഡിങ് ആയിട്ടുള്ള സ്ഥലം, പുല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വീണ് കഴിഞ്ഞാലും വലിയ പ്രോബ്ലം അല്ലേ. ട്രെയിൻ സ്റ്റുഡൻസ് ഓൺ പ്ലേ റൂൾസ്. ഓക്കെ, സ്റ്റുഡൻസിന് കളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ റൂൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. കാരണം അവർ അടിപിടിയൊക്കെ കൂടി അതും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രിവെന്റ് ഓവർ ക്രൗഡിങ് ഇൻ പ്ലേ ഏരിയാസ്. ഒരുപാട് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ക്രിക്കറ്റ് ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ മേൽ ബോൾ കൊള്ളാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ പല അപകടങ്ങളും ഉണ്ടാവാം. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. റോൾ ഓഫ് ടീച്ചേഴ്സ് മെയിൻറ്റെയിനിങ് സേഫ്റ്റി. മോണിറ്റർ സ്റ്റുഡന്റ് ബിഹേവിയർ, അല്ലെ, കുട്ടികളുടെ ബിഹേവിയർ എങ്ങനെയാന്നുള്ളത് മോണിറ്റർ ചെയ്യുക. റിപ്പോർട്ട് സേഫ്റ്റി ഹസാർഡ്സ്, അല്ലെ, അതായത് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യണം. സ്കൂൾ സ്റ്റുഡൻസ് ആവുകൊണ്ട് ഡ്രൈവിങ്ങിന്റെ കാര്യം നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടി വരില്ല. എഡ്യൂക്കേറ്റ് സ്റ്റുഡൻസ് അബൌട്ട് സേഫ്റ്റി, ഗൈഡ് എമർജൻസി പ്രൊസീജിയേഴ്സ്. എമർജൻസി ഫസ്റ്റ് എയ്ഡ് ഒക്കെ പറഞ്ഞുതരും. ആക്ട് ആസ് റോൾ മോഡൽസ് ഫോർ സേഫ്റ്റി. നിങ്ങൾ എങ്ങനെ റോൾ മോഡൽസ് ആവാം, അല്ലെ, നിങ്ങൾ സേഫ്റ്റി ഫോളോ ചെയ്യുന്ന ആളുകൾ ആയിട്ട് മാറാം. സേഫ്റ്റി റൂൾസ് ഫോർ സ്റ്റുഡൻസ് എന്തൊക്കെയാണത്? വാക്ക്, ഡോണ്ട് റൺ ഇൻ ഹാൾവേസ്, അല്ലെ, അതായത് നമ്മൾ വരാന്തയിൽ കൂടെ ഒക്കെ കുട്ടികൾ ഓടുന്നത് കാണാം. അപ്പൊ നമുക്ക് ഭയങ്കര പേടിയാവും. അവർ വേറുള്ള കുട്ടികളുടെ മുകളിൽ കൊളൈഡ് ചെയ്തിട്ട് അപകടങ്ങൾ ഉണ്ടാവാം. തൂണുകളിലോ ഒക്കെ തട്ടിമുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാവാം, ചുമരിലൊക്കെ ഇടിക്കാം. അതുകൊണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഫോളോ ക്ലാസ് റൂം ആൻഡ് പ്ലേ ഗ്രൗണ്ട് റൂൾസ്, അല്ലെ, ക്ലാസ് റൂമിൽ പ്ലേ ഗ്രൗണ്ട് പോലത്തെ കളിക്കാൻ പാടില്ല, എന്നിട്ട് അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. റിപ്പോർട്ട് അൺസേഫ് സിറ്റുവേഷൻസ് ടു അഡൾട്ട്സ്. ഇനി വല്ല ഒരു പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുതിർന്നവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സിനോട് പറയാ, കുട്ടികളെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്കൂൾ അതോറിറ്റിയുടെ അടുത്ത്, അവര് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ സ്കൂൾ അതോറിറ്റിയോട് പറയാം. യൂസ് എക്യുപ്മെന്റ്സ് പ്രോപ്പർലി. അതുപോലെ ഓരോ സ്കൂളിൽ ഓരോ ഉപകരണങ്ങളും നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഫോൾസ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുറിവ് പറ്റാനും അല്ലെങ്കിൽ ജീവന് തന്നെ അപകടം പറ്റാനും ഒക്കെ സാധ്യതയുണ്ട്. റെസ്പെക്ട് അതേഴ്സ് സ്പേസ് ആൻഡ് സേഫ്റ്റി, അല്ലെ, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഓടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ള കുട്ടികളുടെ മേൽ തട്ടി അവർ വീണിട്ടും പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ മറ്റുള്ളവരുടെ സുരക്ഷയും നമ്മൾ നോക്കണം എന്നുള്ള കാര്യം കുട്ടികളെ ബോധവാന്മാരാക്കുക. ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദ സ്കൂൾ. എന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂളിന് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് ഇൻ ഓൾ ബിൽഡിങ്സ്, അല്ലെ, എല്ലാ ബിൽഡിങ്ങിലും ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് വെക്കാം. എമർജൻസി എക്സിറ്റ്സ് ക്ലിയർലി മാർക്ക്ഡ്. എന്തെങ്കിലും എമർജൻസി ബേണിംഗ് അല്ലെങ്കിൽ എന്താ പറയാ തീപിടുത്തമൊക്കെ ഉണ്ടായാൽ ഏത് വഴി രക്ഷപ്പെടാം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ? ഈ എമർജൻസി എക്സിറ്റ് എന്താണെന്നറിയാതെ ഒരുപാട് ആളുകൾ ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടേക്കാം. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അവൈലബിൾ, അല്ലെ, ഇപ്പോ തീയൊക്കെ അണയ്ക്കാനുള്ള ഉപകരണങ്ങൾ എല്ലാ ബിൽഡിങ്ങിലും ഉണ്ടായിരിക്കണം. സേഫ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ. അതുപോലെ വെള്ളത്തിൽ നിന്നാണ് ഒരുപാട് അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കിണറൊക്കെ ശുചിത്വമുള്ളതല്ലേ, ടാങ്ക് ശുചിത്വമുള്ളതല്ലേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ എൻഷുർ ചെയ്യണം. റെഗുലർ മെയിൻ്റെനൻസ് ഓഫ് ബിൽഡിങ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ പറഞ്ഞില്ലേ, പട്ടികയൊക്കെ ഇളകിയിട്ടുണ്ടോ, ഓട് ഇളകിയിട്ടുണ്ടോ, ഓക്കെ, ജനലൊക്കെ ഓക്കെ അല്ലേ, ഇതൊക്കെ നമ്മൾ എൻഷുർ ചെയ്യണം. സേഫ്റ്റി മെഷേഴ്സ് ഇൻ സ്കൂൾ ലാബോറട്ടറീസ്. ഇനി പ്രശ്നങ്ങൾ വരുന്നത് ലാബുകളിലൊക്കെയാണ്, എസ്പെഷ്യലി കെമിസ്ട്രി ലാബിലൊക്കെ. അപ്പൊ വെയർ പ്രൊട്ടക്റ്റീവ് ഗിയർ ലൈക്ക് ഗോഗിൾസ് പറഞ്ഞു വെച്ചാൽ കണ്ണടകളൊക്കെ വെക്കുക, കാരണം കണ്ണിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഹാൻഡിൽ കെമിക്കൽസ് വിത്ത് കെയർ. ഫോളോ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. അതായത് ഇപ്പോ ആസിഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുറെ വെള്ളത്തിൽ കഴുകുക, അല്ലെങ്കിൽ എന്താണ് ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും എലമെന്റ് വെക്കുക, അങ്ങനത്തെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യാം. കീപ് ലാബ് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ്. നോ എമർജൻസി പ്രൊസീജിയേഴ്സ്. എമർജൻസി ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. സേഫ്റ്റി ഇൻ ദ പ്ലേ ഫീൽഡ് ആൻഡ് പ്ലേ ഏരിയ. പ്ലേ ഫീൽഡ് ഗ്രൗണ്ടിൽ സേഫ് ആയിരിക്കാൻ എന്തൊക്കെ കാര്യം ചെയ്യണം? എൻഷുർ അഡൾട്ട് സൂപ്പർവിഷൻ, അല്ലെ, അവിടെ നമ്മൾ പറഞ്ഞില്ലേ, ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിൽ ഇരിക്കരുത്, അവിടെ പോയി നിൽക്കണം. ചെക്ക് എക്വിപ്മെന്റ് റെഗുലർലി. കീപ് പ്ലേ സർഫേസസ് സേഫ്, അല്ലെ, അതായത് കളിസ്ഥലം സേഫ് അല്ലേ എന്നുള്ളത് എൻഷുർ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുക്കലില്ലല്ലോ, വീഴാനുള്ള ചാൻസ് ഇല്ലല്ലോ, വീണ് കഴിഞ്ഞാലും മുറിവ് പറ്റാത്ത രീതിയിലല്ലേ എന്നൊക്കെ നോക്കുക. ടീച്ച് സേഫ് പ്ലേയിങ് പ്രാക്ടീസസ്. ഇനി എങ്ങനെയാണ്
മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ നമ്മളും വീഴാതെ കളിക്കുന്നത് എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം. എൻകറേജ് ടീം വർക്ക് ആൻഡ് ഡിസിപ്ലിൻ. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസിപ്ലിൻ, അടിയിടി കുത്ത് ഒക്കെ സ്കൂളിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ പറ്റിയിട്ട് അവർ ബോധവാന്മാരാണ്. സേഫ്റ്റി മെഷേഴ്സ് ഇൻ പ്ലേ ഫീൽഡ് എന്തൊക്കെയാണ്? ലെവൽ ആൻഡ് ക്ലീൻ പ്ലേ ഫീൽഡ്, അല്ലെ? അതായത് പാറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അതിന്റെ മുകളിലൊക്കെ തലയിടിച്ചാലൊക്കെ പ്രോബ്ലം ആണ്. റിമൂവ് ഹസാർഡസ് മെറ്റീരിയൽസ്, അല്ലെ? ഇതുപോലെ പാറ, അതുപോലെ ചരല്, അതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ ഗ്രൗണ്ടിൽ നിന്ന് ഒഴിവാക്കുക. എൻഷുർ പ്രോപ്പർ ഡ്രെയിനേജ്, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് വഴുക്കൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്ലേ ഗ്രൗണ്ട് എപ്പോഴും ക്ലീൻ ആയിരിക്കണം, അതുപോലെ തന്നെ ഡ്രൈ ആയിരിക്കണം. ചെക്ക് ഗോൾ പോസ്റ്റ് ആൻഡ് നെറ്റ്സ് റെഗുലാർലി. ഓക്കെ, ഗോൾ പോസ്റ്റിനൊന്നും കേടില്ല, ചിലപ്പോൾ അത് പൊട്ടി വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. യൂസ് സേഫ് സ്പോർട്ട് ഗിയർ. ഓക്കെ, സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഒക്കെ സേഫ് ആണല്ലോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. റൂൾസ് ഫോർ പ്ലേയിങ് ഗെയിംസ് ആൻഡ് സ്പോർട്സ്. ഫോളോ ഗെയിം റൂൾസ് സ്ട്രിക്ട്ലി. ഓരോ ഗെയിമിന്റെയും റൂൾസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ വലിയ പ്രോബ്ലം ഇല്ല. വൈൽഡ് ആയിട്ട് ഗെയിം ഒക്കെ കളിക്കുമ്പോഴാണ് പ്രോബ്ലംസ് വരുന്നത്. റെസ്പെക്ട് റെഫറീസ് ആൻഡ് കോച്ചസ്. അപ്പോൾ റെഫറിമാരും കോച്ചുമാരുടെ അടുത്തൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യണം, അല്ലെ? അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യാതെ അടി കൂടരുത്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. വാം അപ്പ് ബിഫോർ പ്ലേയിങ്. അതുപോലെ തന്നെ കളിക്കുന്നതിന് മുമ്പ് വാം അപ്പ് നടത്തുക, അല്ലെങ്കിൽ ക്രാംസ് ഒക്കെ വരും, അല്ലെ? ഉളുക്കലൊക്കെ വരും. യൂസ് പ്രോപ്പർ ഗിയർ ആൻഡ് ക്ലോത്തിങ്. സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഒക്കെ വെയർ ചെയ്യുക. അതായത് നമുക്കറിയാം, ഗ്ലൗസ്, ക്രിക്കറ്റ് ഒക്കെ കളിക്കുകയാണെങ്കിൽ ഗ്ലൗസ്, അതുപോലെ പാഡ്, അങ്ങനത്തെ ഒക്കെ വെക്കുക, ഹെൽമെറ്റ് ഒക്കെ വെക്കുക. അല്ല അതർവൈസ് ഇഞ്ചുറി ഉണ്ടാവാം. ക്ലോത്തിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലേ ഫെയർ ആൻഡ് അവോയ്ഡ് റഫ് പ്ലേ. റഫ് പ്ലേ, അല്ലെ? അതായത് സ്പോർട്സ് ആണെന്ന് വിചാരിച്ചിട്ട് വൈൽഡ് ആവാൻ പാടില്ല. ഫെയർ ഗെയിം ഈസ് വെരി ഇമ്പോർട്ടന്റ്. സേഫ്റ്റി മെഷേഴ്സ് അറ്റ് ജിംനാഷ്യം. ജിമ്മിൽ എന്തൊക്കെ ചെയ്യണം? സ്കൂളൊക്കെ ചിലപ്പോൾ ചില സ്കൂളിലൊക്കെ ജിമ്മൊക്കെ ഉണ്ടാവും. യൂസ് എക്വിപ്മെന്റ് കറക്റ്റ്ലി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഇഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. കീപ് ഫ്ലോർസ് ഡ്രൈ ആൻഡ് ക്ലീൻ, അല്ലെങ്കിൽ വഴുക്കി വീണ് അപകടം പറ്റാം. വെയർ പ്രോപ്പർ ജിം അറ്റയർ. ജിമ്മിൽ പോകുമ്പോൾ ധരിക്കേണ്ട വസ്ത്രങ്ങളുണ്ട്, അത് ആ വസ്ത്രങ്ങൾ തന്നെ ധരിക്കുക. വെയർ പ്രോപ്പർ ജിം അറ്റയർ. സൂപ്പർവൈസ് ഓൾ ആക്ടിവിറ്റീസ്. ലിമിറ്റ് ഓവർ ക്രൗഡിങ്, അല്ലെ? ജിമ്മിൽ ഒരുപാട് ആളുകൾ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ അത് മോണിറ്റർ ചെയ്യുക, ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണത്. സേഫ്റ്റി മെഷേഴ്സ് അറ്റ് സ്വിമ്മിംഗ് പൂൾ. ഇനി സ്കൂളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓൾവേസ് ഹാവ് എ ലൈഫ് ഗാർഡ് പ്രസന്റ്, അല്ലെ? ലൈഫ് ഗാർഡ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കുട്ടികൾ മുങ്ങുകയാണെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട് ഒരാൾ എപ്പോഴും റെഡി ആയിട്ട് നിൽക്കണം. ചെക്ക് വാട്ടർ ക്വാളിറ്റി റെഗുലാർലി. കുട്ടികൾ ചിലപ്പോൾ കുടിക്കാം, ഓക്കെ, ഇപ്പൊ മൂക്കിലൊക്കെ പോവാം, ചെവിയിൽ പോവാം. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടേജിയസ് അല്ല, അല്ലെ? അതായത് അണുവിമുക്തമാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. കീപ് പൂൾ ഏരിയ ഡ്രൈ ടു അവോയ്ഡ് സ്ലിപ്പിംഗ്. അതായത് വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ വഴുക്കി വീഴാതിരിക്കാനായിട്ട് അവിടെ എപ്പോഴും ഡ്രൈ ആവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. ട്രെയിൻ സ്റ്റുഡൻസ് ഇൻ സ്വിമ്മിംഗ് ബേസിക്സ്. കുട്ടികൾക്ക് സ്വിമ്മിങ്ങിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക. എല്ലാവരെയും സ്വിമ്മിങ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ഇറ്റ്സ് ജസ്റ്റ് വാവ്. ഓക്കെ, എൻഫോഴ്സ് പൂൾ റൂൾസ് സ്ട്രിക്ട്ലി. പൂൾ റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ള രീതിയിൽ. സേഫ്റ്റി മെഷേഴ്സ് ഇൻ പ്ലേ ഏരിയാസ്. പ്രൊവൈഡ് ഏജ് അപ്രോപ്രിയേറ്റ് എക്വിപ്മെന്റ്സ്. ഓരോ ഏജിനും ഇപ്പൊ ഷോർട്ട് പുട്ട് ഒക്കെ ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ ഏജിനുള്ള എക്വിപ്മെന്റ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. എൻഷുർ പ്രോപ്പർ സർഫേസ് പാഡിങ്. അതുപോലെ തന്നെ പാഡ് നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ, മുട്ടിനുണ്ട് പാഡ്, അബ്ഡോമൻ പാഡ് ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിപ്പിക്കുക കുട്ടികളെ. കീപ് ഏരിയ ഫ്രീ ഓഫ് ഡെബ്രിസ് ആൻഡ് ഗ്ലാസ്. അതുപോലെ തന്നെ മുള്ള്, ചില്ല് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതൊക്കെ കുത്തി കുട്ടികളുടെ കയ്യിലും മേലൊക്കെ മുറിയാവാം, വീഴൊക്കെ ചെയ്യാനുണ്ട്. സൂപ്പർവൈസ് ചിൽഡ്രൻ ആക്റ്റീവ്ലി. എഡ്യൂക്കേറ്റ് അബൌട്ട് പ്ലേ ഏരിയ റൂൾസ്, അല്ലെ? പ്ലേ ഒരു കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ റൂൾസ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റി കുട്ടികളെ ബോധവാന്മാരാക്കുക. എക്വിപ്മെന്റ് സേഫ്റ്റി. ഇൻസ്പെക്ട് സ്പോർട്സ് ഗിയർ ബിഫോർ യൂസ്. ഓക്കെ, സ്പോർട്ട് എക്വിപ്മെന്റ്സ്, ഓക്കെ, അത് ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂസ് എക്വിപ്മെന്റ് ആസ് ഇന്റൻഡഡ്. എന്താണ് അതിന്റെ ഉപയോഗം എന്ന് അറിഞ്ഞ് ഉപയോഗിക്കുക. സ്റ്റോർ ഗിയർ സേഫ്ലി ആഫ്റ്റർ യൂസ്. എന്നിട്ട് നമ്മുടെ ഈ എക്വിപ്മെന്റ്സ് ഒക്കെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സേഫ് ആയിട്ട് തന്നെ സൂക്ഷിക്കുക.
റീപ്ലേസ് ഡാമേജ്ഡ് എക്യുപ്മെന്റ്സ്. ഇതൊക്കെ പാഡൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ഹെൽമെറ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാം. ട്രെയിൻ സ്റ്റുഡൻസ് ഓൺ യൂസേജ് റൂൾസ്, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. സേഫ്റ്റി ഇൻ എയ്ഡ്സ് ഇൻ ഗെയിംസ് ആൻഡ് സ്പോർട്സ് എന്തൊക്കെയാണ്? യൂസ് ഹെൽമെറ്റ്സ് ആൻഡ് പാഡ്സ് ഫോർ കോണ്ടാക്ട് സ്പോർട്സ്. ഓക്കെ, ഹെൽമെറ്റും പാഡൊക്കെ യൂസ് ചെയ്യുക. നമുക്കറിയാം ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് അവൈലബിൾ ഡ്യൂറിങ് ഗെയിംസ്. ഓക്കെ, ഗെയിംസിന്റെ സമയത്ത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇൻസ്റ്റാൾ വാർണിംഗ് സൈൻസ് ആൻഡ് ഗൈഡ്സ്. ഓക്കെ, വാർണിംഗ് സൈൻസും അതുപോലെ തന്നെ നമുക്കറിയാം കുട്ടികൾ കളിക്കുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി അവരെ വാൺ ചെയ്യണം, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, ഗൈഡ് ചെയ്യണം നല്ല രീതിയിൽ. ട്രെയിൻ സ്റ്റാഫ് ഇൻ CPR ആൻഡ് ഫസ്റ്റ് എയ്ഡ്. സ്റ്റാഫിനും അറിഞ്ഞിരിക്കണം. കാരണം ഒരു കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോണതിന്റെ മുമ്പ് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതെ സൂക്ഷിക്കണം. സേഫ്റ്റി അറ്റ് ഹോം. ടീച്ച് ചിൽഡ്രൻ അബൌട്ട് ഹോം ഹസാർഡ്സ്. അല്ലെ, വീട്ടിലും ഒരുപക്ഷെ അപകടങ്ങളൊക്കെ പറ്റാം. സൂപ്പർവൈസ് യൂസ് ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസസ്. അല്ലെ, കറണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാം. സ്റ്റോർ ഡേഞ്ചറസ് ഐറ്റം സേഫ്ലി. ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, കത്തി, മടാള, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നേരെ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെയാണത് ഡേഞ്ചറസ് അല്ലാതെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. മെയിൻറ്റെയിൻ ക്ലീൻ ആൻഡ് ഡ്രൈ ഫ്ലോർസ്. അല്ലെ, നിലം എപ്പോഴും ഡ്രൈ ആയിരിക്കണം, ക്ലീനും ആയിരിക്കണം. എമർജൻസി കോണ്ടാക്ട്സ് റെഡി. അതുപോലെ തന്നെ വീട്ടിലും ഇതുപോലെ എമർജൻസി വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് നമ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം, കുട്ടികൾ ഉൾപ്പെടെ. ബിൽഡിംഗ് ആൻഡ് വാൾസ്. അല്ലെ, ചെക്ക് ഫോർ ക്രാക്സ് ആൻഡ് ലീക്സ്. അല്ലെ, അതായത് ക്രാക്ക് ഉണ്ടോ, ചിലപ്പോ അങ്ങനെ വാളൊക്കെ മറിഞ്ഞു വീഴാം, ചുമരൊക്കെ തന്നെ ഇടിഞ്ഞു വീഴാം. റിപ്പയർ ബ്രോക്കൺ പാർട്സ് പ്രോംപ്റ്റ്ലി. അതായത് സ്കൂൾ ബിൽഡിംഗ് ആണെങ്കിൽ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയുന്ന കാര്യമാണ് അത്. യൂസ് ചൈൽഡ് സേഫ് മെറ്റീരിയൽസ്. കുട്ടികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക. ഇൻസ്റ്റാൾ റെയിലിംഗ്സ് വെയർ നീഡഡ്. അല്ലെ, കയറുന്ന ഭാഗത്തൊക്കെ റെയിലിംഗ്സ് ഒക്കെ വെക്കുക. കോണിയൊക്കെ ഉണ്ടെങ്കിൽ റെയിലിംഗ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമാണ്. എൻഷുർ സ്ട്രോങ് ഡോർസ് ആൻഡ് വിൻഡോസ്. ഡോറും വിൻഡോ ഒക്കെ സ്ട്രോങ് ആവണം. ചിലപ്പോൾ അതിന്റെ മുകളിലൊക്കെ ചാരി അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് അപകടം പറ്റാം. ഫ്ലോറിംഗ്സ് ആൻഡ് മെയിൻ്റനൻസ്. ഫ്ലോറിന്റെ കാര്യം. യൂസ് നോൺ സ്ലിപ്പ് ഫ്ലോറിംഗ് ഇൻ വെറ്റ് ഏരിയാസ്. മഴക്കാലൊക്കെ ആകുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ടൈലൊക്കെ ഇടുകയാണെങ്കിലും വെറ്റ് ഏരിയസ്, വരാന്തയിൽ നമ്മൾ ഒന്നുകിൽ പെട്ടെന്ന് വഴുക്കാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ഇടുക, ഗ്രാനൈറ്റ് പോലെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ ഫ്ലോർസ് ക്ലീൻ ആൻഡ് ഡ്രൈ. പല എങ്ങനെ വെള്ളം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. ഫിക്സ് ബ്രോക്കൺ ടൈൽസ് ഓർ വുഡ് പീസസ്. അല്ലെ, അതേപോലെ ബ്രോക്കൺ ടൈൽസ്, ടൈലൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്, ഓടൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പട്ടിക, അതൊക്കെ നേരെയൊക്കെ. അവോയ്ഡ് ലൂസ് റഗ്സ് ആൻഡ് മാറ്റ്സ്. അല്ലെ, അതുപോലെ തന്നെ ചവിട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കീറിയതോ അല്ലെങ്കിൽ എന്താണ് നന്നല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. മെയിൻറ്റെയിൻ ക്ലിയർ വാക്ക് വേസ്. അല്ലെ, അതായത് വരാന്തകളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ഇലക്ട്രിസിറ്റി. കീപ് സോക്കറ്റ്സ് കവേർഡ്. അല്ലെ, ഇലക്ട്രിസിറ്റിയിൽ കൈയൊക്കെ പോയിട്ട് കുട്ടികൾ ഹോളിലൊക്കെ കൈ പോയിട്ട് അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട്. ടീച്ച് കിഡ്സ് നോട്ട് ടു ടച്ച് വയേഴ്സ്. അല്ലെ, വയറൊന്നും ടച്ച് ചെയ്യരുത്. ചിലപ്പോ ഇതൊക്കെ ഉണ്ടാവാം, എന്താ പറയാ, ഷോക്കൊക്കെ ഉണ്ടാവാം. അവോയ്ഡ് ഓവർലോഡിങ് ഔട്ട്ലെറ്റ്സ്. ഓക്കെ, ഇനി നമുക്കറിയാം ബിൽഡിങ്ങിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം റിഗാർഡിങ് ഇലക്ട്രിസിറ്റി. യൂസ് സർട്ടിഫൈഡ് ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ്. അല്ലെ, വയറിങ്ങിന്റെ സമയത്ത് സർട്ടിഫൈഡ്, വില കൂടുതൽ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാതെ സർട്ടിഫൈഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിക്കുക. ഇൻസ്പെക്ട് വയറിംഗ് റെഗുലാർലി. അത് ചെക്ക് ചെയ്യുക, ഷോർട്ടേജ് ഒന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഇലക്ട്രിക് ഡിവൈസസ്. ഈ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ സ്കൂളിലുള്ളതോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, ഇലക്ട്രിക് ഡിവൈസസ് എങ്ങനെയൊക്കെ സേഫ് ആയിട്ട് ഉപയോഗിക്കാം. കീപ് ഡിവൈസസ് എവേ ഫ്രം വാട്ടർ. അല്ലെ, വെള്ളം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, അപ്പൊ അതിന്റെ മുകളിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏൽക്കാം. ടേൺ ഓഫ് ഡിവൈസസ് ആഫ്റ്റർ യൂസ്. അല്ലെ, സ്വിച്ച് ഓഫ് ചെയ്യുക നമ്മൾ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ. കീപ് കോഡ്സ് ഔട്ട് ഓഫ് ചിൽഡ്രൻസ് റീച്ച്. വയറ് കുട്ടികളുടെ അടുത്ത് നിന്ന്, ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്ത്, പ്രൊജക്ടർ ആന്റി പ്രൊജക്ടർ ആണ്, അവിടെ ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വയറൊക്കെ കുട്ടികളുടെ അടുത്ത് നിന്ന്
മാറ്റിയിട്ട് തന്നെ ഉപയോഗിക്കാം. എങ്ങാനും അത് ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. ദെൻ യൂസ് സർജ് പ്രൊട്ടക്ടേഴ്സ്. അതുപോലെ തന്നെ പ്രൊട്ടക്ടേഴ്സ് ഇതുപോലെ എന്താ പറയാ ഹോളൊക്കെ കീപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ ചെരുപ്പിടണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറെ പ്രൊട്ടക്ടേഴ്സ് യൂസ് ചെയ്യുക while using electric devices. Avoid using damaged devices. ഡാമേജ്ഡ്, അതായത് ചിലപ്പോൾ ഷോക്ക് ഏൽക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ഇനി ഡ്രഗ്സ്, മരുന്നിന്റെ കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ് എയ്ഡിലൊക്കെ മരുന്നുണ്ടാവുമല്ലോ. സ്റ്റോർ മെഡിസിൻ സേഫ്ലി. ലേബിൾ ഓൾ കണ്ടെയ്നേഴ്സ് ക്ലിയർലി. ഓരോന്നിപ്പം മരുന്നിന്റെ മുകളിൽ പേര് എഴുതി വെക്കുക, എന്തിനൊക്കെ ഉള്ളതാണ്. കീപ് ഔട്ട് ഓഫ് ചിൽഡ്രൻസ് റീച്ച്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് വീട്ടിലെ കാര്യമാണ്, അവരിൽ നിന്നത് മാറ്റിവെക്കുക. ഡിസ്പോസ് എക്സ്പയർഡ് ഡ്രഗ്സ് പ്രോപ്പർലി. എന്നോ വാങ്ങിയ ഡ്രഗ് അല്ലാതെ അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഡ്രഗ്സ് ഒഴിവാക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ടീച്ച് കിഡ്സ് നോട്ട് ടു ടേക്ക് അൺനോൺ പിൽസ്. അറിയാത്ത ഗുളിക കഴിക്കരുത്. മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. ഇതൊക്കെ വീട്ടിലും പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, സ്കൂളിലും പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ദെൻ പോയിസൺ സ്റ്റോറേജ്. ലേബിൾ പോയിസണസ് സബ്സ്റ്റൻസസ് ക്ലിയർലി. ചില പോയിസണസ് ആയിട്ടുള്ള കാര്യങ്ങൾ റിഗാർഡിങ് അവർ ലൈക്ക് ക്ലീനിങ് ലോഷൻസ് അല്ലെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കുട്ടികളുടെ കയ്യിൽ നിന്ന്, കുട്ടികളെ എന്താ പറയാ എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെ വെക്കുക. ലോക്ക് ദം ഇൻ ക്യാബിനറ്റ്സ് അല്ലെ, എവിടെയെങ്കിലും ഷെൽഫിലൊക്കെ വെച്ച് പൂട്ടുക. കീപ് ക്ലീനിങ് ഏജൻസ് അവേ ഫ്രം ഫുഡ്. ഫുഡിലൊന്നും ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ അബൌട്ട് ഡേഞ്ചർ സൈൻസ്. റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ പറഞ്ഞ ഡേഞ്ചർ ആവുമ്പോൾ അങ്ങനെ പോലെ ഡേഞ്ചർ അലാംസ് ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുക. ചെക്ക് ലേബിൾസ് ബിഫോർ യൂസ്. അപ്പൊ നമുക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഫ്ലെയിമബിൾ മെറ്റീരിയൽസ്, കത്തിപ്പിടിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവാം വീട്ടിലും സ്കൂളിലൊക്കെ. സ്റ്റോറിംഗ് കൂൾ ഡ്രൈ പ്ലേസസ്. ഓക്കെ, ദെൻ കീപ് അവേ ഫ്രം ചിൽഡ്രൻ. ലേബൽ പ്രോപ്പർലി ആൻഡ് സീൽ ടൈറ്റ്ലി. അല്ലെ, നന്നായി അടച്ചു വെക്കുക ഫ്ലെയിമബിൾ മെറ്റീരിയൽസ്. കീപ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് നിയർ ബൈ. അപ്പൊ അതുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, സ്കൂളിലൊക്കെ ആണെങ്കിൽ തീ അണയ്ക്കാനുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് വെക്കുക. അവോയ്ഡ് സ്റ്റോറിംഗ് നിയർ സ്റ്റൗസ് ഓർ ഹീറ്റേഴ്സ്. ഓക്കെ, അത് സ്റ്റൗവിന്റെ അടുത്തോ ഹീറ്ററിന്റെ അടുത്തോ ഒന്നും വെക്കാതിരിക്കുക. പെട്ടെന്ന് തീ കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയൽസ്. യൂസ് പ്രിക്കോഷണറി മെത്തേഡ്സ്. ഇനി പ്രിക്കോഷൻസ് അല്ലെ, അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണം. പ്ലാൻ എഹെഡ് ഫോർ എമർജൻസീസ്. എമർജൻസിക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ പ്ലാൻ അത് കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. ട്രെയിൻ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് റെഗുലർലി. ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുക്കണം, അല്ലെങ്കിൽ അവർ മറന്നുപോകും. കണ്ടക്ട് സേഫ്റ്റി ഡ്രിൽസ് അല്ലെ, ഡ്രിൽസ് ഒക്കെ എങ്ങാനിപ്പോ ഒരു മുറി പറ്റിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ഡ്രില്ലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യിപ്പിക്കാം. ഇൻസ്റ്റാൾ അലാംസ് ആൻഡ് വാർണിംഗ് സിസ്റ്റംസ്. ഓക്കെ, ഇതുപോലെ തന്നെ അലാംസ് ഒക്കെ വെക്കാം. കീപ് എമർജൻസി കിറ്റ്സ് റെഡി. എപ്പോഴും ഫസ്റ്റ് എയ്ഡ് കിറ്റും എമർജൻസി കിറ്റും ഒക്കെ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പൊ ഞാൻ എന്റെ കൺക്ലൂഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞതെല്ലാം. അപ്പൊ കൺക്ലൂഷൻ എന്താണ്? സേഫ്റ്റി എഡ്യൂക്കേഷൻ ഈസ് എസെൻഷ്യൽ ഇൻ സ്കൂൾസ്. മനസ്സിലായില്ലേ? കാരണം എന്തുകൊണ്ടാണ് കുട്ടികളെ സേഫ്റ്റി എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നത്? ഹെൽപ്സ് ഇൻ പ്രിവെന്റിങ് ആക്സിഡന്റ്സ് ആൻഡ് ഇഞ്ചുറീസ്. ഓക്കെ, ഒരു ആക്സിഡന്റോ ഇഞ്ചുറിയോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റിക്വയേഴ്സ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ബൈ ഓൾ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയണം, ഒരാളെ മാറ്റി നിർത്തരുത്. ഇൻക്ലൂഡ്സ് ക്ലാസ് റൂം, ഹോം ആൻഡ് പ്ലേ ഗ്രൗണ്ട് സേഫ്റ്റി. അതുപോലെ തന്നെ ക്ലാസ് റൂം, ഹോം, പ്ലേ ഗ്രൗണ്ട് ഒക്കെ സേഫ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാം. ക്രിയേറ്റ്സ് എ കൾച്ചർ ഓഫ് അവയർനെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോ ബോധവൽക്കരണത്തിന്റെ അതുപോലെ തന്നെ ഉത്തരവാദിത്വത്തിന്റെ ഒക്കെ ഒരു കൾച്ചർ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് സേഫ്റ്റി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കറിയാം, നമ്മളിപ്പോ ഈ ചാപ്റ്ററിൽ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി, പിന്നെ അതുപോലെ സേഫ്റ്റി എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ ഒക്കെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ദെൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. എന്തെങ്കിലും കമന്റ് റിഗാർഡിംഗ് ദ വേ ഓഫ് ടീച്ചിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ ഇൻ ദ കമന്റ് ബോക്സ്. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് വായിച്ചു വെക്കുക. ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ
നോട്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വൺസ് അഗെയിൻ.